Good afternoon. Good afternoon, ma'am. Okay, നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ICU അല്ലേ പഠിച്ചുകൊണ്ടിരുന്നേ? അതെ മാം. എവിടെ വരെ എടുത്തേ? കോമൺ ടൈപ്പ് ടൈപ്സ് ഓഫ് പറഞ്ഞായിരുന്നോ? അത് ഫുള്ള് പറഞ്ഞു. ഓക്കെ, ഫുള്ള് പറഞ്ഞു അല്ലേ? ഓക്കെ, നമ്മളിപ്പോ കോമൺ ടൈപ്സ് ഓഫ് ICU പറഞ്ഞു അല്ലെ. ഒരു 9 ടൈപ്പ് ICU ഉണ്ട്. അതിന്റെ എക്സ്പാൻഡഡ് ഫോംസ് നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ. ഏതെങ്കിലും ഒക്കെ ചോദിക്കാം. ചെറിയൊരു ചാപ്റ്റർ ആണ്. അപ്പൊ ക്വസ്റ്റ്യൻസ് ഏതൊരു ഭാഗത്തു നിന്നും ഉണ്ടാവാൻ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ അതിന് ഒരു 9 ടൈപ്പ് നമുക്ക് പറയുന്നുണ്ടല്ലോ. അപ്പൊ അതിൽ ഏതെങ്കിലും ഒക്കെ ചോദിച്ചേക്കാം. അപ്പൊ അതിന്റെ എക്സ്പാൻഡഡ് ഫോമുകളെ നമുക്ക് ആ ഓപ്ഷനിൽ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടെങ്കിൽ മനസ്സിലാവുന്ന കാര്യങ്ങളുള്ളൂ അല്ലെ. നെക്സ്റ്റ് വരുന്നതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ICU ഓൺ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. ഇപ്പൊ നമ്മുടെ ആ ഒരു ICUവിന്റെ ആ ഒരു ഓർഗനൈസേഷൻ അനുസരിച്ച് ICUവിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ആണ് ഓപ്പൺ യൂണിറ്റ്, സെക്കൻഡ് വൺ ആണ് ക്ലോസ്ഡ് യൂണിറ്റ്. ICU രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ യൂണിറ്റ് എന്നും ക്ലോസ്ഡ് യൂണിറ്റ് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഇതിൽ ഫസ്റ്റ് വൺ ആണ് ഓപ്പൺ യൂണിറ്റ്. ഓപ്പൺ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കി. All attending physicians may admit and care for patients. Triage decisions falls on the director of ICU when there is bed or staff shortage. അപ്പൊ ഇവിടെ ആ ഓപ്പൺ യൂണിറ്റില് ഇത് വായിക്കുമ്പോൾ കുറച്ച് മനസ്സിലാക്കി എടുക്കാനായിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ട് തോന്നിയേക്കാം. അപ്പൊ എന്താണുള്ളത് ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓപ്പൺ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഓപ്പൺ ആയിട്ടുള്ള ആ ഒരു ഓപ്പൺ യൂണിറ്റ് ICUവില് ഇവിടെ ഓരോ പേഷ്യൻസിനെയും അഡ്മിറ്റ് ചെയ്യുന്നതും അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകളും കെയറുകളും ഒക്കെ ചെയ്യുന്നത് ഫിസിഷ്യൻസ് ആയിരിക്കും. അതാണ് ഏതെങ്കിലും ഒരു ഫിസിഷ്യൻ ആയിരിക്കും പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യുന്നതും അവർക്ക് ആവശ്യമായിട്ടുള്ള മെഡിക്കൽ കെയറുകളും കാര്യങ്ങളും കൊടുക്കുന്നത്. ഓക്കെ ആണോ? ഇനി ഈ ഫിസിഷ്യൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ, അവര് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, ജനറൽ ആയിട്ട് ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നവരാണ്. അങ്ങനെയല്ലേ? നമ്മൾ ഇനിയിപ്പോ ഫിസിഷ്യൻസിനെ കണ്ടിട്ടും മാറാത്ത അസുഖങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെതായ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ അടുത്തേക്ക് നമ്മൾ പോകും അല്ലെ. ഇപ്പൊ ഒരു ഹാർട്ട് സംബന്ധമായിട്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഫിസിഷ്യനെ കണ്ടതുകൊണ്ട് നമുക്ക് കാര്യമുണ്ടോ? നമ്മൾ അതിൻ്റെതായ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെ അടുത്ത് പോവേണ്ടതായിട്ട് വരും. ആണല്ലേ? അങ്ങനെയല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ കാർഡിയോളജിസ്റ്റുകള്, പൾമനോളജിസ്റ്റുകള്, നെഫ്രോളജിസ്റ്റുകള്, ന്യൂറോളജിസ്റ്റുകള്, അങ്ങനെ ഓരോരോ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ട് അല്ലെ. എന്നാൽ നമ്മുടെ ഓപ്പൺ യൂണിറ്റില് ഈ വ്യക്തികളൊന്നും അല്ല പേഷ്യൻസിനെ അറ്റൻഡ് ചെയ്യുന്നതും അഡ്മിറ്റ് ചെയ്യുന്നതും അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നതും ആരാണ്? ഫിസിഷ്യൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫിസിഷ്യൻസ് ഇവിടെ ഇങ്ങനെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത്, ഇങ്ങനെയുള്ള ഒരു ഓപ്പൺ യൂണിറ്റില് ഇവർ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അവിടെയുള്ള സ്റ്റാഫുകളുടെ അഭാവം മൂലമാവാം, അല്ലെങ്കിൽ അവിടെയുള്ള എന്താണ് ബെഡിന്റെ അഭാവം മൂലം, ഇപ്പൊ ഇവിടുത്തെ ജീവനക്കാരുടെയോ അല്ലെങ്കിൽ ബെഡിന്റെ ഒക്കെ കുറവ് മൂലം ഈ ഓരോ പേഷ്യൻസിനും ആവശ്യമായിട്ട് വരുന്ന കെയർ ചിലപ്പോൾ കൊടുക്കാൻ പറ്റാതെ വരാറുണ്ട്. എന്താണ് ഒരു ട്രയേജ് എന്ന് പറഞ്ഞാല്? ട്രയേജ് എന്ന് പറഞ്ഞാൽ എന്താ? ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് പഠിച്ചപ്പോ പഠിച്ചില്ലേ ട്രയേജ്? എന്താ ട്രയേജ്? ഡിഫറെന്റ് റൂംസ് എന്നാണോ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്? ട്രയേജ് എന്ന് പറയുമ്പോൾ എന്താ എപ്പോഴും? അതായത് ഗുരുതരാവസ്ഥയിലുള്ള ഒരു പേഷ്യന്റ് അല്ലെ, ഓരോ സെക്ഷൻ ആയിട്ട്, അതായത് ഗുരുതരാവസ്ഥയിലുള്ള ഒരു പേഷ്യന്റിനെ നമ്മൾ ഒരു ഹോസ്പിറ്റലിലേക്ക്, ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്കോ അല്ലെങ്കിൽ അതുപോലെ ഹോസ്പിറ്റലിലേക്ക് ഗുരുതരാവസ്ഥയിലുള്ള ഒരു പേഷ്യന്റിന് എത്തുമ്പോൾ ആ പേഷ്യൻസിന് കണ്ടീഷൻ അനുസരിച്ച് അല്ലെ, അവരുടെ ആ ഒരു നിലവിലുള്ള കണ്ടീഷൻ എങ്ങനെയാണ്, അവരുടെ ഗുരുതരാവസ്ഥ എത്രത്തോളം ക്രിട്ടിക്കൽ ആണ് ഓരോ പേഷ്യൻസിന്റെയും കണ്ടീഷൻ അല്ലെ, അവരുടെ ആ ഒരു രോഗത്തിന്റെ തീവ്രത അതനുസരിച്ച് ആ പേഷ്യൻസിനെ എന്ത് ചെയ്യുന്നു? നമ്മൾ സോർട്ട് ചെയ്തുകൊണ്ട് ഓരോ വിഭാഗങ്ങളിലേക്ക് വിടുന്നു അല്ലെ. ആ ഒരു പ്രോസസ് അല്ലെ ട്രയേജ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ട്രയേജ്, അതായത് ഏറ്റവും മാക്സിമം ഗുരുതരാവസ്ഥയിൽ ഇരിക്കുന്ന പേഷ്യൻസ് തുടങ്ങി അതിന് താഴേക്കായിട്ട് ആളുകൾ എന്ത് ചെയ്യുന്നു? വന്നിരിക്കുന്ന ആ ഒരു പേഷ്യൻസിനെ സോർട്ട് ചെയ്ത് അല്ലെങ്കിൽ വേർതിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഓപ്പൺ യൂണിറ്റിലെ ICUവിൽ ഇതുപോലെ പല അവസ്ഥയിലുള്ളവരാണ് വരുന്നത് അല്ലെ, പല രീതിയിൽ ഗുരുതരാവസ്ഥയിലുള്ള അല്ലെങ്കിൽ തീവ്ര പരിചരണം ആവശ്യമായിട്ട് വരുന്നവരാണ് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെ കൃത്യമായിട്ട് അവരുടെ ട്രീറ്റ്മെന്റ് കൊടുക്കാനും അവർക്ക് നല്ല രീതിയിലുള്ള പരിചരണം കൊടുക്കാനും ചിലപ്പോൾ
ചിലപ്പോ ആ ICUലുള്ള ഈ ഓപ്പൺ ICUലുള്ള ജീവനക്കാരുടെ അഭാവം മൂലമോ അവർക്ക് ബെഡിന്റെ അഭാവം മൂലമോ ചിലപ്പോൾ കൊടുക്കാനായിട്ട് സാധിക്കാറില്ല. ഇനി അതുപോലെ തന്നെ ഒരു മേജർ ഡ്രോബാക്ക് ഈ ഒരു ഓപ്പൺ ICU നൽകുന്നത് കൊണ്ടുള്ള ഒരു മേജർ ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഓഫ് ദിസ് കോൺസെപ്റ്റ് ഈസ് ദാറ്റ് ദിസ് ഫിസിഷ്യൻസ് മൈറ്റ് നോട്ട് ഹാവ് റിസീവ്ഡ് സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ് ഫോർ മാനേജിങ് critically ill patients is the major drawback of this concept. അതായത് നമ്മുടെ മേജർ ആയിട്ടുള്ള ഈ ഒരു കോൺസെപ്റ്റ് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഫിസിഷ്യൻസ് നമ്മൾ പറഞ്ഞു ഇവിടെ ട്രൈ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു ഓപ്പൺ യൂണിറ്റില് ഓരോ പേഷ്യൻസിനെയും അവരെ അറ്റൻഡ് ചെയ്യുന്നത് അഡ്മിറ്റ് ചെയ്യുന്നതൊക്കെ ഫിസിഷ്യൻസ് ആണ് അല്ലെ. അപ്പൊ ഫിസിഷ്യൻസ് നമുക്കറിയാം അവരൊരു ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ നോക്കുന്നത് അല്ലെ, മാനേജ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ എന്താണ് നമ്മുടെ ആ ഒരു ICUല് വരുന്ന ഓരോ ഗുരുതരാവസ്ഥയിലുള്ള പേഷ്യൻസിനെയും കൃത്യമായിട്ട് അവരെ മാനേജ് ചെയ്യാനും അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ കൊടുക്കാനൊന്നും അത്രയും അധികം സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്കില്ലുകൾ ഉള്ളവരായിരിക്കില്ല ഫിസിഷ്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഫിസിഷ്യൻസ് ഇങ്ങനെ അധികം സ്കില്ലില്ലാത്ത അതായത് ICUലുള്ള പേഷ്യൻസിനെ ഒന്നും കൈകാര്യം ചെയ്യാനായിട്ട് സ്പെഷ്യലി ട്രെയിനിങ്ങുകളൊന്നും കിട്ടാത്ത ഒരു ഫിസിഷ്യൻസ് ആയതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ വരുന്ന പേഷ്യൻസിന് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കാനും അവരുടെ ആ ഒരു ഗുരുതരാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാനും അതിനനുസരിച്ചുള്ള കെയർ കൊടുക്കാനൊന്നും സാധിക്കാറില്ല. അപ്പൊ അതാണ് ഒരു ഓപ്പൺ യൂണിറ്റിൽ വരുന്ന ഒരു ഡ്രോബാക്ക്. അപ്പൊ ഓപ്പൺ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ ഒരു ICUലേക്ക് ഓരോ പേഷ്യൻസിനെയും കൺസൾട്ട് ചെയ്യുന്നതും അവരെ അഡ്മിറ്റ് ചെയ്യുന്നതും അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നതും ഫിസിഷ്യൻസ് ആയിരിക്കും. അപ്പൊ ആ ഫിസിഷ്യൻസിന്റെ നേതൃത്വത്തിൽ നടക്കുന്നതുകൊണ്ട് തന്നെ നമുക്കറിയാം ഫിസിഷ്യൻസ് ആവുമ്പോൾ അവർക്ക് അതിനനുസരിച്ചുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഫീൽഡ് ഒന്നും ഇല്ല. അവര് ഒരു സ്പെഷ്യലൈസ്ഡ് ഫീൽഡ് എന്ന് പറയുന്നത് ഏതാണ്? നമുക്കറിയാം ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ടാണ് കാർഡിയോളജിസ്റ്റ്, അതുപോലെ നെഫ്രോളജിസ്റ്റ്, ന്യൂറോളജിസ്റ്റ്, അത് ഓരോരോ വിഭാഗക്കാരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പൊ അവരൊന്നും ഇല്ലാത്തത് അവർക്കൊക്കെ അതിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ട്രെയിനിങ് ലഭിച്ചവരായതുകൊണ്ട് തന്നെ അപ്പൊ അങ്ങനെയുള്ള സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾ ഇങ്ങനെയുള്ള ഗുരുതരാവസ്ഥയിലുള്ള ICUയിൽ കിടക്കുന്ന പേഷ്യൻസിനൊക്കെ നോക്കാനായിട്ട് അല്ലെങ്കിൽ അവരെ മാനേജ് ചെയ്യാനായിട്ട് കൃത്യമായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ട്രെയിനിങ്ങുകളൊന്നും ലഭിക്കാത്ത ഫിസിഷ്യൻസ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ആ വരുന്ന പേഷ്യൻസിന് കൃത്യമായ രീതിയിൽ നമുക്ക് ശരിയായ രീതിയിലുള്ള പ്രോപ്പർ ട്രീറ്റ്മെന്റുകളോ കെയറുകളോ കൊടുക്കാനായിട്ട് ചില സമയങ്ങളിൽ ഈ ഓപ്പൺ യൂണിറ്റിൽ സാധിക്കാറില്ല. ഓപ്പൺ യൂണിറ്റ് ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ക്ലോസ്ഡ് യൂണിറ്റ്. ക്ലോസ്ഡ് യൂണിറ്റ് ആവുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഓപ്പൺ ഒരെണ്ണം പഠിച്ച് നമുക്ക് അടുത്തത് കിട്ടുമല്ലോ അല്ലെ. നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ക്ലോസ്ഡ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ. ക്ലോസ്ഡ് യൂണിറ്റിൽ എന്താ നോക്കി, the director or associates are accountable for all admission and discharges. അപ്പൊ ഇവിടെ ക്ലോസ്ഡ് യൂണിറ്റിൽ ഒരു വ്യക്തിയെ പറ്റി നമ്മൾ പ്രത്യേകം പറയുന്നുണ്ട്, ഇന്റൻസിവിസ്റ്റുകൾ. ലാസ്റ്റത്തെ പോയിന്റ് നോക്കി അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോട്ടോ, അത് ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുണ്ട്. ഇന്റൻസിവിസ്റ്റുകൾ ആരാണ്? ഇന്റൻസിവിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ICUയിലുള്ള ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള പേഷ്യൻസ്, ഗുരുതരാവസ്ഥയിലുള്ള ICUയിലെ ഗുരുതരാവസ്ഥയിൽ കിടക്കുന്ന പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് സ്കില്ലുള്ളവരായിരിക്കും, സ്പെഷ്യലി സ്കിൽഡ് ആയിട്ടുള്ളവരാണ് ഇന്റൻസിവിസ്റ്റുകൾ എന്ന് പറയുന്ന ഡോക്ടേഴ്സ്. ഇന്റൻസിവിസ്റ്റുകൾ ആർ സ്പെഷ്യലി സ്കിൽഡ് ഇൻ ട്രെയിനിങ് ക്രിട്ടിക്കലി ഇൽ പേഷ്യൻസ്. ആ സെന്റൻസ് അങ്ങനെ തന്നെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇന്റൻസിവിസ്റ്റുകൾ എന്ന് പറയുന്നത് നമ്മുടെ ICUയിലുള്ള ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾ അല്ലെങ്കിൽ സ്പെഷ്യൽ സ്കില്ലുള്ളവരായിരിക്കും ഇന്റൻസിവിസ്റ്റുകൾ. അപ്പൊ ഇവിടെ ക്ലോസ്ഡ് യൂണിറ്റിലും ഇങ്ങനെയുള്ള ഇന്റൻസിവിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? സ്പെഷ്യലൈസേഷൻ ചെയ്തിരിക്കുന്ന കാർഡിയോളജി. ഇപ്പൊ നമ്മുടെ CICUലാണെങ്കിൽ കാർഡിയോളജി പരമായിട്ടുള്ള ICUലാണെങ്കിൽ അവിടെ ഒരു കാർഡിയോളജിസ്റ്റ് ആയിരിക്കും ഇന്റൻസിവിസ്റ്റ് ആയിട്ട് വരുന്നത്. ലങ്സുമായി ബന്ധപ്പെട്ട ബ്രീതിങ് ഡിഫിക്കൽറ്റി ഉണ്ടെങ്കിൽ അവിടെ പൾമനോളജിസ്റ്റ് ആയിരിക്കും ഇന്റൻസിവിസ്റ്റ് ആയിട്ട് വരുന്നത്. ICUലാണെങ്കിലോ അവിടെ ന്യൂറോളജിസ്റ്റ് ആയിരിക്കും വരുന്നത്. അങ്ങനെ ഓരോ ICUവിനനുസരിച്ച് ഇപ്പൊ നമ്മൾ ഒത്തിരി ടൈപ്പ് ICU പഠിച്ചില്ലേ, അപ്പൊ ഓരോ ടൈപ്പ് ICUവിനനുസരിച്ച് അതിൻ്റെതായിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടർ ആയിരിക്കും ഇന്റൻസിവിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ക്ലോസ്ഡ് യൂണിറ്റിലും ഇങ്ങനെയുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഇന്റൻസിവിസ്റ്റുകളാണ് പേഷ്യൻസിനെ അറ്റൻഡ് ചെയ്യുന്നതും അവരെ അഡ്മിറ്റ് ചെയ്യുന്നതും അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റും കെയറും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതും. അപ്പൊ അവരുടെ അഡ്മിഷൻ അതുമുതൽ അവരെ ഡിസ്ചാർജ് ആക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഇന്റൻസിവിസ്റ്റുകൾ അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെ നേതൃത്വത്തിൽ അവിടുത്തെ മറ്റ് ആ യൂണിറ്റിലുള്ള ICUയിലുള്ള മറ്റ് യൂണിറ്റിലുള്ള ആളുകളും എല്ലാവരും കൂടി സഹകരിച്ചുകൊണ്ടായിരിക്കും ഈ പേഷ്യന്റിന് നല്ല രീതിയിലുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കെയർ കൊടുക്കാനായിട്ട്
ക്ലോസ്ഡ് യൂണിറ്റിൽ സാധിക്കും. ക്ലോസ്ഡ് യൂണിറ്റില് നെക്സ്റ്റ് പറഞ്ഞത് വൺസ് ദ പേഷ്യന്റ് ഈസ് അഡ്മിറ്റഡ്, ഒരു പ്രാവശ്യം ഈ ക്ലോസ്ഡ് യൂണിറ്റിലേക്ക് ഈ ഇന്റൻസിവിസ്റ്റ് അല്ലെങ്കിൽ അവിടെ നമ്മുടെ കൺസൾട്ടന്റ് എന്ന് പറയാം, നമ്മൾ ആ ഡോക്ടർ ഏത് ഡോക്ടറെയാണോ കൺസൾട്ട് ചെയ്യുന്നത് ആ ഡോക്ടറുടെ കീഴിൽ ഒരു പേഷ്യന്റിനെ ഇവിടെ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ യൂണിറ്റ് ടീം അതായത് ഈ ഐസിയുലുള്ള എല്ലാ ടീമുകളും മറ്റുള്ള അഡ്മിറ്റിംഗ് ടീമും എല്ലാവരുമായിട്ട് ഒരുമിച്ച് സഹകരിച്ചുകൊണ്ട് ടീം ഫോർ എഫിഷ്യന്റ് പേഷ്യന്റ് കെയർ, പേഷ്യൻസിന് നല്ല കാര്യക്ഷമമായിട്ടുള്ളൊരു കെയർ എന്താണ് പരിചരണം കൊടുക്കാനായിട്ട് ഈ ക്ലോസ്ഡ് യൂണിറ്റിൽ സാധിക്കുന്നുണ്ട്. ക്ലോസ്ഡ് യൂണിറ്റ്സ് മേ ബി ഹെൽപ്ഫുൾ ഫോർ ദ ഫോളോയിങ് റീസൺസ്. എന്തൊക്കെ റീസൺസ് കൊണ്ടാണ് ക്ലോസ്ഡ് യൂണിറ്റ് ഹെൽപ്ഫുൾ ആവുന്നത്? ഫസ്റ്റ് നോക്കിയ മോർ ടൈംലി പേഷ്യന്റ് ഇവാലുവേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഇനിഷ്യേഷൻ. ഏറ്റവും വേഗത്തില് പേഷ്യൻസിനെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനും വിശകലനം ചെയ്യാനും അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ ഉടനടി ഇനിഷ്യേറ്റ് ചെയ്യാനും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഈ ഒരു ക്ലോസ്ഡ് യൂണിറ്റിലൂടെ സാധിക്കുന്നു. നെക്സ്റ്റ് പറഞ്ഞത് ഇന്റൻസിവിസ്റ്റിന്റെ കാര്യമാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലെ. ഇന്റൻസിവിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ സേവനവും കൂടി ഈ ഒരു ക്ലോസ്ഡ് യൂണിറ്റിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഓപ്പൺ യൂണിറ്റും ക്ലോസ്ഡ് യൂണിറ്റും തമ്മിലുള്ള രണ്ട് വ്യത്യാസങ്ങൾ എന്താണ്? ഓപ്പൺ യൂണിറ്റിലാണെങ്കിൽ എല്ലാ പേഷ്യൻസിനെയും അറ്റൻഡ് ചെയ്യുന്നതും അവരെ അഡ്മിറ്റ് ചെയ്യുന്നതും അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നതും ഫിസിഷ്യൻസ് ആണെങ്കിൽ ക്ലോസ്ഡ് യൂണിറ്റിൽ വരുമ്പോൾ അതാത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആയിരിക്കും അവിടെ എന്താണ് അവരെയാണ് നമ്മൾ ഇന്റൻസിവിസ്റ്റുകൾ എന്ന് വിളിക്കുന്നത്. അതാത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഇന്റൻസിവിസ്റ്റുകളുടെ നേതൃത്വത്തിലാണ് പേഷ്യൻസിനെ കൺസൾട്ട് ചെയ്യുന്നതും അവർക്ക് ആവശ്യമായിട്ടുള്ള അഡ്മിഷൻ എൻസിയുലേക്ക് കൊടുക്കുന്നതും അവരുടെ ഡിസ്ചാർജ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഇന്റൻസിവിസ്റ്റുകൾ അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആയിരിക്കും കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഒരു പ്രാവശ്യം ഒരു പേഷ്യന്റിനെ ക്ലോസ്ഡ് യൂണിറ്റിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലെ സ്റ്റാഫുകളും ഒരുമിച്ച് സഹകരിച്ചുകൊണ്ട് ആ പേഷ്യൻസിന് നല്ല രീതിയിലുള്ള കെയർ കൊടുക്കാനായിട്ട് ശ്രമിക്കും. അതുപോലെ തന്നെ ആ പേഷ്യൻസിന് അതിൻ്റെതായ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആകുമ്പോൾ നമുക്കറിയാം കൃത്യമായിട്ട് ആ രോഗനിർണയം നടത്താനും അവർക്ക് ആവശ്യമായിട്ടുള്ള എത്രയും വേഗം അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടും സാധിക്കുന്നു. അതാണ് ക്ലോസ്ഡ് യൂണിറ്റും ഓപ്പൺ യൂണിറ്റും തമ്മിലൊരു വ്യത്യാസം. പക്ഷെ ഓപ്പൺ യൂണിറ്റ് ആകുമ്പോൾ അത്രയും മികച്ച രീതിയിലുള്ള ഒരു പരിചരണമോ ട്രീറ്റ്മെന്റോ ഒന്നും ആ ഫിസിഷ്യൻസിന് കൊടുക്കാനായിട്ട് പറ്റില്ല. കാരണം അവർ അധികം സ്പെഷ്യലിസ്റ്റ് ട്രെയിനിങ്ങിൽ കിട്ടിയവരല്ല. അതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് ഡ്രോബാക്കുകളും കാര്യങ്ങളും ഈ ഒരു ഓപ്പൺ യൂണിറ്റുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കും. ഓക്കെയാണ് ഓപ്പൺ യൂണിറ്റ് ആൻഡ് ക്ലോസ്ഡ് യൂണിറ്റ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് സ്റ്റാഫിംഗ്. ഈ ഐസിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ സ്റ്റാഫുകൾ ഉണ്ട്, ഏതൊക്കെയാണ്, അതിലൊരു 4 വിഭാഗമായിട്ട് തിരിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് മെഡിക്കൽ സ്റ്റാഫ്. മെഡിക്കൽ സ്റ്റാഫുകളിൽ ഉൾപ്പെടുന്നതാണ് ഫസ്റ്റ് ആണ് ICU ഇൻചാർജ് അല്ലെങ്കിൽ ഇന്റൻസിവിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അവരാണ് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ആള് അല്ലെ, മെയിൻ ഡോക്ടർ അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള ഇൻചാർജ്. ഐസിയുന്റെ ഇൻചാർജ് ആർക്കാണുള്ളത്? ഇന്റൻസിവിസ്റ്റിനാണ്. അപ്പൊ അത് ഓരോ ICUവിനനുസരിച്ച് ഓരോരോ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആയിരിക്കും. അവരാണ് ഫസ്റ്റ് മെഡിക്കൽ സ്റ്റാഫിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആള്. ICU ഇൻചാർജ് അല്ലെങ്കിൽ ഇന്റൻസിവിസ്റ്റുകൾ ഉണ്ടായിരിക്കും. സെക്കൻഡ് വൺ ആണ് റെസിഡന്റ് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ സീനിയർ ആൻഡ് ജൂനിയർ. റെസിഡന്റ് ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഹോസ്പിറ്റലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒരു മെയിൻ ഡോക്ടർ ഉണ്ടാവും, ഒരു പ്രധാനമായിട്ടുള്ള ഒരു സീനിയർ ഡോക്ടർ ഉണ്ടാവും. അവരുടെ കീഴിൽ ട്രെയിനിങ്ങിന് നടക്കുന്ന ഡോക്ടേഴ്സിനെ കണ്ടിട്ടില്ലേ? ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട്, അതായത് അവര് പ്രൊഫഷണലി ഒരു ഡോക്ടർ ആയിട്ടില്ല, അവർ ജസ്റ്റ് ആ ഒരു വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ. മറിച്ച് അവർ എന്തിനു വേണ്ടിയിട്ടാണ് ട്രെയിനിങ്ങിലൂടെ കടന്നു പോയതിനു ശേഷം മാത്രമേ അവർക്കൊരു മെയിൻ കൺസൾട്ടന്റ് ആയിട്ട് പിന്നീട് മാറാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഡോക്ടർ സ്റ്റിൽ ട്രെയിനിങ്ങിലുള്ള ഡോക്ടേഴ്സ് ആണ് റെസിഡന്റ് ഡോക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ ഇന്റൻസിവിസ്റ്റുകൾ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മെയിൻ ഡോക്ടറുടെ കീഴിൽ ഇവര് ട്രെയിനിങ്ങിൽ നിൽക്കുന്നവരായിരിക്കും. അതിൽ തന്നെ സീനിയേഴ്സും ഉണ്ട്, ജൂനിയേഴ്സും ഉണ്ട്. ഓക്കെ ആണോ? മെഡിക്കൽ സ്റ്റാഫ് രണ്ടായിട്ടാണ് മെഡിക്കൽ സ്റ്റാഫിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വരുന്നത് ICU ഇൻചാർജ് അല്ലെങ്കിൽ ഇന്റൻസിവിസ്റ്റുകളാണ്. ആ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന് കീഴിൽ സ്റ്റിൽ ട്രെയിനിങ്ങിൽ ഇരിക്കുന്നവരാണ് റെസിഡന്റ് ഡോക്ടേഴ്സ്. അതിൽ തന്നെ സീനിയേഴ്സും ഉണ്ട്, ജൂനിയേഴ്സും ഉണ്ട്.
Next, second one ആണ് the respiratory therapist is essential part of an ICU team. അപ്പൊ അവിടെ respiratory therapist എന്ന് പറഞ്ഞാൽ നമ്മുടെ കാർഡിയോളജി അതുപോലെ തന്നെ പൾമനോളജി ഇതിലൊക്കെ മെഡിസിൻസിലൊക്കെ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അതിലൊക്കെ ട്രെയിനിങ് കിട്ടിയിരിക്കുന്നവരാണ് റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ്. അവരുടെ പ്രധാനമായിട്ടും ഐസിയുവിൽ എന്തിനു വേണ്ടിയിട്ടായിരിക്കും റെസ്പിറേറ്ററി പ്രോബ്ലംസ് അല്ലെ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി വരുന്ന ഒട്ടുമിക്ക പേഷ്യൻസും ഐസിയുള്ളവർക്ക് ഇതിന്റെ സഹായം ആവശ്യമായിട്ട് വരും അല്ലെ. അപ്പൊ ബ്രീത്തിങ് ഡിഫിക്കൽറ്റിയുമായി ബന്ധപ്പെട്ട് അവരുടെ ആ ഒരു ഓക്സിജൻ പോലെയുള്ള എയർ സപ്ലൈയുമായി ബന്ധപ്പെട്ട് പാത്വേയിൽ ക്ലിയർ ആക്കാനും അതിനനുസൃതമായിട്ടുള്ള എല്ലാ തെറാപ്പികളും ഓക്സിജൻ തെറാപ്പി പോലെയുള്ളവർക്ക് പ്രൊവൈഡ് ചെയ്യാനൊക്കെ ആയിട്ടാണ് ഐസിയുവില് റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണം. അതുപോലെ തേർഡ് വൺ ആണ് നഴ്സിംഗ് സ്റ്റാഫുകള്. നഴ്സിംഗ് സ്റ്റാഫുകൾ ഉണ്ടാവുമല്ലോ ഐസിയുല്. നഴ്സിംഗ് സ്റ്റാഫുകൾ എന്താണ്, എങ്ങനെയുള്ള നഴ്സിംഗ് സ്റ്റാഫുകളായിരിക്കണം? ഹൈലി ട്രെയിൻഡ് ആയിട്ടുള്ളവരായിരിക്കണം. ചെറിയ രീതിയിൽ അതായത് വലിയ രീതിയിൽ തന്നെയുള്ള മികച്ച പരിശീലനം ലഭിച്ചവരായിരിക്കണം നഴ്സിംഗ് സ്റ്റാഫായിട്ട് ഐസിയുലുള്ള നഴ്സിംഗ് സ്റ്റാഫായിട്ട് വരേണ്ടത്. ആൻഡ് എബവ് ആവറേജ് കോമ്പിറ്റൻസ്. കോമ്പിറ്റൻസ് എന്നത് കഴിവ് അല്ലെ. അതായത് ഒരു ആവറേജ് കഴിവിന് മുകളിൽ കഴിവുള്ളവരും നല്ല രീതിയിൽ മികച്ച കഴിവുള്ളവരും മികച്ച രീതിയിലുള്ള പരിശീലനങ്ങൾ നേടിയതുമായിട്ടുള്ള നഴ്സിംഗ് സ്റ്റാഫുകളാണ് ഈ ആംബുലൻസിൽ വരേണ്ട മെഡിക്കൽ നഴ്സിംഗ് സ്റ്റാഫുകൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് റെക്കമെൻഡഡ് നേഴ്സ് പേഷ്യന്റ് റേഷ്യോ. ഒരു ഐസിയുന്റെ ഉള്ളില് നേഴ്സും പേഷ്യന്റും തമ്മിലൊരു റേഷ്യോ ഉണ്ട്. അതിൽ 2 റേഷ്യോ ആണ് നമുക്ക് നോക്കാനുള്ളത്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നേഴ്സ് പേഷ്യന്റ് റേഷ്യോ 1:1. ഒരു നേഴ്സിന് ഒരു പേഷ്യന്റ് എന്നുള്ള റേഷ്യോ ആണ്. അല്ല എങ്കിൽ ചില സിറ്റുവേഷൻസിൽ സ്റ്റാഫുകളുടെ അവൈലബിലിറ്റി ഇല്ല എങ്കിൽ 1:2 ആയി മാറാം. ഒരു നേഴ്സിന് 2 പേഷ്യന്റ് എന്നുള്ള രീതിയിൽ. ഒത്തിരി പേഷ്യൻസിനെ ഒന്നും കൊടുക്കില്ല, കാരണം ഐസിയുലുള്ള പേഷ്യൻസ് നമുക്കറിയാം എപ്പോഴും അവരെ ശ്രദ്ധിച്ച് ഉടനടി അവരുടെ അടുത്ത് തന്നെ നമ്മൾ വേണം അല്ലെ. പെട്ടെന്ന് അവരുടെ സ്ഥിതി എന്ത് ചെയ്യാം, വഷളാവാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എമർജൻസി കേസ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ ഒത്തിരി പേരുണ്ടെങ്കിൽ ഈ ഒരു നേഴ്സിന് അവരെ നോക്കി എല്ലാവരെയും മാനേജ് ചെയ്യാനും എടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നേഴ്സ് പേഷ്യന്റ് റേഷ്യോ ഒന്നില്ലെങ്കിൽ 1:1, ഒരു നേഴ്സിന് ഒരു പേഷ്യന്റ് അല്ലെങ്കിൽ ഒരു നേഴ്സിന് 2 പേഷ്യന്റ് എന്ന കണക്കിലാണ് ഐസിയുലുള്ള നേഴ്സ് പേഷ്യന്റ് റേഷ്യോ എന്ന് പറയുന്നത്. ഫോർത്ത് വൺ ആണ് ഓക്സിലറി പേഴ്സണൽ. ഓക്സിലറി പേഴ്സണൽ എന്ന് പറഞ്ഞാൽ ആരാണ്? സഹായകമായിട്ടുള്ള ജീവനക്കാര് അല്ലെ, സഹായിക്കാനായിട്ട്. അതായത് നഴ്സിനെയും അതുപോലെ തന്നെ അവിടെയുള്ള ഡോക്ടേഴ്സിനെയൊക്കെ സഹായിക്കാനായിട്ട് കുറച്ച് പേര് ആ ഒരു ഐസിയുന്റെ ഉള്ളിൽ ഉണ്ടാവുമല്ലോ. അതിൽ ഫസ്റ്റ് വരുന്നവരാണ് ICU ടെക്നീഷ്യൻസ് അല്ലെ. നമ്മുടെ ടെക്നീഷ്യൻസ് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി എക്യുപ്മെന്റ്സ് ഒക്കെ പ്രവർത്തിപ്പിക്കാൻ, ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ കൃത്യമായ രീതിയിൽ ഫംഗ്ഷൻ ചെയ്യിക്കാനൊക്കെ ഐസിയുവിൽ ഉള്ളിൽ തന്നെ ടെക്നീഷ്യൻസ് ഉണ്ടായിരിക്കും. അവരും ഇവർക്കുള്ള സഹായികളായിട്ടാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ നേഴ്സിംഗ് എയ്ഡ്സ് അല്ലെങ്കിൽ നേഴ്സിംഗ് അസിസ്റ്റന്റുകള് അതാരൊക്കെയാണ് വരുന്നത്? വാർഡ് ബോയ്സ്, ഫീമെയിൽ അറ്റൻഡൻസ് അല്ലെ. വരുന്ന പേഷ്യൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിലോ അവരുടെ ആ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം എന്നുണ്ടെങ്കിലോ അതിനെല്ലാത്തിനും സഹായകമായിട്ട് നിൽക്കുന്നവരാണ് നേഴ്സിംഗ് അസിസ്റ്റന്റുകള്. അത് വാർഡ് ബോയ്സും ഉണ്ടാവും, ഫീമെയിൽ അറ്റൻഡൻസും ഉണ്ടായിരിക്കും. അത് കൂടാതെ ഐസിയുവിനോട് പ്രത്യേകമായിട്ടൊരു സ്വീപ്പേഴ്സും ഉണ്ടായിരിക്കും. ഇവരെ ഇത്രയും ഓക്സിലറി പേഴ്സണൽസ് അല്ലെങ്കിൽ സഹായകമായിട്ടുള്ള വ്യക്തികളാണ്. സ്റ്റാഫിങ്ങില് 4 ഗ്രൂപ്പായിട്ട് തിരിച്ചാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വരുന്നത് മെഡിക്കൽ സ്റ്റാഫ്. അതിന് ICU ഇൻചാർജ് അല്ലെങ്കിൽ ഇന്റൻസിവിസ്റ്റുകളാണ് ഏറ്റവും ഉയരത്തിൽ വരുന്നത്. അവരുടെ കീഴിൽ സ്റ്റിൽ ട്രെയിനിങ്ങിലുള്ള സീനിയർ ആൻഡ് ജൂനിയർ റെസിഡന്റ് ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും. സെക്കൻഡ് വരുന്നത് റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റുകളാണ്. ഓക്സിജൻ തെറാപ്പി പോലെയുള്ള ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉള്ള പേഷ്യൻസിന് അതിനനുസരിച്ചുള്ള തെറാപ്പികളും കാര്യങ്ങളും ഒക്കെ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉള്ളവര് ക്ലിയർ ആക്കി വെക്കാനായിട്ട് ഐസിയുവിൽ ഒരു തെറാപ്പി റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് ഉണ്ടായിരിക്കും. തേർഡ് വൺ പറയുന്നതാണ് നഴ്സിംഗ് സ്റ്റാഫുകൾ. നഴ്സിംഗ് സ്റ്റാഫ് എപ്പോഴും നഴ്സിംഗ് സ്റ്റാഫുകൾ നല്ല ശരിയായ രീതിയിലുള്ള ട്രെയിനിങ് ലഭിച്ചവരായിരിക്കണം. അതുപോലെ തന്നെ ഒരു ആവറേജ് കഴിവിന് മുകളിൽ കഴിവുള്ളവർ കൂടിയായിരിക്കണം അവിടുത്തെ നഴ്സിംഗ് സ്റ്റാഫ് എന്ന് പറയുന്നത്. ആ ഒരു റേഷ്യോ പറയുന്നത് 1:1 അല്ലെങ്കിൽ 1:2 ആണ് പേഷ്യന്റ് റേഷ്യോ. ലാസ്റ്റ് ഫോർത്ത് വൺ പറയുന്നതാണ് ഓക്സിലറി പേഴ്സണലി സഹായകമായിട്ടുള്ള വ്യക്തികള്. അതിൽ ഫസ്റ്റ് വന്നത് ഐസിയുവിലുള്ള മറ്റു ടെക്നീഷ്യൻസ്, അതുപോലെ തന്നെ നഴ്സിംഗ് എയ്ഡുകൾ, നഴ്സിംഗ് അസിസ്റ്റൻസ്, വാർഡ് ബോയ്സ്, ഫീമെയിൽ അറ്റൻഡന്റ്, അതുപോലെ തന്നെ സ്വീപ്പേഴ്സ് ഒക്കെ ഓക്സിലറി പേഴ്സണൽസിൽ വരുന്നതാണ്. സ്റ്റാഫിംഗ് ക്ലിയർ ആയോ? ഓക്കെ.
നെക്സ്റ്റ് വരുന്നതാണ് രജിസ്ട്രാർ ഇൻ ICU. ICUലെ ഭരണാധികാരി രജിസ്ട്രാർ. വൺ സീനിയർ റെസിഡന്റ് ഹു ബിക്കം രജിസ്ട്രാർ. ഒരു സീനിയർ ആയിട്ടുള്ള നമ്മുടെ ട്രെയിനിങ്ങിൽ ഇരിക്കുന്ന റെസിഡന്റ് ഡോക്ടർ ആണ് രജിസ്ട്രാർ ആയിട്ട് വരുന്നത്. അവരുടെ പോസ്റ്റ് എന്താ? പോസ്റ്റ് MD അല്ലെങ്കിൽ എന്താണ് ഡോക്ടർ ഓഫ് മെഡിസിൻ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞവരായിരിക്കും സീനിയർ റെസിഡന്റ് ഡോക്ടേഴ്സ് എന്ന് പറയുന്നത്. അവരാണ് രജിസ്ട്രാർ ആയിട്ട് മാറുന്നത്. വിൽ ഓൾവേസ് ബി ഓൺ ഡ്യൂട്ടി. അവരെപ്പോഴും ഡ്യൂട്ടിയിലായിരിക്കും. He or she can be a consultant later after few years of attaining experience. അല്ലെ, ഇപ്പൊ കുറച്ച് വർഷം ഇവർക്ക് ഈ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ അവരുടെ ആ ട്രെയിനിങ്ങിന്റെ ബേസിൽ അവർക്ക് ഒരു മെയിൻ കൺസൾട്ടന്റ് ഡോക്ടർ ആയിട്ട് ഇരിക്കാം. അങ്ങനെയല്ലേ ഇവര് ട്രെയിനിങ് ചെയ്യുന്നത്? ജീവിതകാലം ഒരു ട്രെയിനിങ്ങിൽ ഇരിക്കേണ്ട ആവശ്യം വരാറുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അവര് കുറച്ചുനാള് ഒരു മെയിൻ സീനിയർ ഡോക്ടറുടെ കീഴിൽ ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞാല് പിന്നീട് അവർക്ക് ശരിയായിട്ടുള്ള ഒരു കൺസൾട്ടന്റ് ഡോക്ടർ ആയിട്ട് അവർക്ക് എന്ത് ചെയ്യാം? മാറാനായിട്ട് പറ്റും. അവരാണ് സീനിയർ റെസിഡന്റ് ഡോക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ട്രെയിനിങ്ങിലാണെങ്കിൽ പോലും ആ ട്രെയിനിങ്ങുകൾ കുറച്ച് വർഷങ്ങൾ ട്രെയിനിങ്ങിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കൺസൾട്ടന്റ് ആയിട്ട് അവർക്ക് മാറാൻ പറ്റും. ഷിഫ്റ്റ് ഡ്യൂട്ടി ഓഫ് സീനിയർ ആൻഡ് ജൂനിയർ സ്റ്റാഫിന്റെ ഷിഫ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് 12 hours ഡ്യൂട്ടി ആണ് ഉള്ളത്. Then the senior resident has the right to start and perform emergency treatment which may be inevitable without permission. Later consultants must be informed. ഇവിടെ സീനിയർ ആയിട്ടുള്ള ഈ റെസിഡന്റ് ഡോക്ടറിന് എന്ത് അധികാരമുണ്ട്? It has the right to start and perform emergency ട്രീറ്റ്മെന്റ്. ഈ ICUലുള്ള പേഷ്യൻസിന് പെട്ടെന്ന് അവർക്ക് എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാല് ആ സമയത്ത് അവരെ കൺസൾട്ട് ചെയ്യുന്ന ഈ ഡോക്ടേഴ്സ്, ഇന്റൻസിവിസ്റ്റുകൾ അല്ലെങ്കിൽ അവരെ കൺസൾട്ട് ചെയ്യുന്ന സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടർ അവൈലബിൾ അല്ല എങ്കിൽ ആ സമയത്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള എമർജൻസി ട്രീറ്റ്മെന്റുകൾ ആർക്ക് സ്റ്റാർട്ട് ചെയ്യാം? ആ കൺസൾട്ടന്റിന്റെ നിർദ്ദേശമില്ലാതെ അല്ലെങ്കിൽ അവരുടെ പെർമിഷൻ ഇല്ലാതെ കൂടി ഈ സീനിയർ റെസിഡന്റിന് അങ്ങനെ എമർജൻസി ട്രീറ്റ്മെന്റുകൾ എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റാർട്ട് ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരിക്കും. ഇനി അതിനുശേഷം മാത്രം എന്ത് ചെയ്താൽ മതി? ആ കൺസൾട്ടന്റിനെ വിവരം അറിയിച്ചാൽ മതിയാവും. ഇപ്പൊ രജിസ്ട്രാർ ഇൻ ICUല് നമ്മൾ സീനിയർ റെസിഡന്റിന്റെ ആണ് കാര്യം പറയുന്നത്. സീനിയർ റെസിഡന്റ് ഡോക്ടർ, സ്റ്റിൽ ട്രെയിനിങ്ങിൽ ഇരിക്കുന്ന സീനിയർ ആയിട്ടുള്ള റെസിഡന്റ് ഡോക്ടർ, അതായത് പോസ്റ്റ് MD കഴിഞ്ഞിട്ടുള്ളവരാണ് രജിസ്ട്രാർ എന്ന് പറയുന്നത്. അവരെപ്പോഴും ഡ്യൂട്ടിയിലായിരിക്കും. അവർ കുറച്ച് വർഷങ്ങൾ ഈ ഒരു ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരു നോർമൽ ആയിട്ടുള്ള ശരിയായിട്ടുള്ള ഒരു കൺസൾട്ടന്റ് ഡോക്ടർ ആയിട്ട് മാറാൻ പറ്റും. ഇനി നമ്മൾ ഷിഫ്റ്റ് ഡ്യൂട്ടി ഓഫ് സീനിയർ ആൻഡ് ജൂനിയർ സ്റ്റാഫിന്റെ ഷിഫ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് 12 hours a day ആണ്. അതുപോലെ ഈ സീനിയർ റെസിഡന്റിന് ഈ വന്നിരിക്കുന്ന ICUലുള്ള പേഷ്യൻസിന് എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വരുന്ന സമയത്ത് അവർ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറുടെ പെർമിഷൻ ഇല്ലാതെ പോലും ഒരു എമർജൻസി ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഈ സീനിയർ റെസിഡന്റ് ഡോക്ടറിന് എന്തുണ്ടായിരിക്കും? അനുവാദം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അധികാരം ഉണ്ടായിരിക്കും. അതിനുശേഷം മാത്രം, അതായത് ഒരു എമർജൻസി ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം മാത്രം അവർ നോക്കുന്ന ആ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കൺസൾട്ടന്റിനെ വിവരം അറിയിച്ചാൽ മതിയാകും. രജിസ്ട്രാർ ഇൻ ICU ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് ജൂനിയർ റെസിഡന്റ് ഇൻ ICU. ജൂനിയർ റെസിഡന്റ് ഡോക്ടേഴ്സ്, സീനിയേഴ്സും ജൂനിയേഴ്സും ഉണ്ടെന്ന് പറഞ്ഞല്ലോ. നെക്സ്റ്റ് ജൂനിയർ റെസിഡന്റ് ഇൻ ICU എന്ന് പറഞ്ഞാല് വൺ ഡോക്ടർ ഇൻ ട്രെയിനിങ്. ഇപ്പൊ നിലവിൽ ട്രെയിനിങ്ങിൽ ഇരിക്കുന്ന ഡോക്ടേഴ്സ് ആണ്. അതുപോലെ തന്നെ ഡ്യൂറിങ് പോസ്റ്റ് ഗ്രാജുവേഷൻ, ഇപ്പൊ അവര് പോസ്റ്റ് ഗ്രാജുവേഷൻ, നിലവിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രെയിനിങ്ങിലുള്ള ഡോക്ടേഴ്സിനെയാണ് ജൂനിയർ റെസിഡൻസ് ഇൻ ICU എന്ന് പറയുന്നത്. വിൽ ബി ഓൺ ഡ്യൂട്ടി ഇൻ യൂണിറ്റ് ഡേ ആൻഡ് നൈറ്റ്. ഡ്യൂട്ടി എങ്ങനെയായിരിക്കും? ഡേ ആൻഡ് നൈറ്റ് അവർക്ക് ഡ്യൂട്ടി ഉണ്ടായിരിക്കും. ദ ഡ്യൂട്ടി വുഡ് ഇൻക്ലൂഡ് കീപ്പിംഗ് പേഷ്യൻസ് റെക്കോർഡ്സ് വൈൽ ഇൻ ICU ആൻഡ് പ്രിപ്പയറിംഗ് സമ്മറീസ്. ഇനി ഇവിടെ ഡ്യൂട്ടി എന്താണ് പറയുന്നത്? കീപ്പിംഗ് പേഷ്യന്റ് റെക്കോർഡ്സ്, അതായത് ICUയിൽ വരുന്ന ഓരോ പേഷ്യൻസിനെ കുറിച്ചുമുള്ള പേഷ്യൻസിന്റെ റെക്കോർഡുകൾ കീപ്പ് ചെയ്യുക. അതുപോലെ തന്നെ പ്രിപ്പയറിംഗ് സമ്മറീസ്, പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട ഡിസ്ചാർജുമായി ഒക്കെ ബന്ധപ്പെട്ട സമ്മറികൾ
പ്രിപ്പയർ ചെയ്യുക. വരുന്ന ഓരോ പേഷ്യൻസിനെയും കുറിച്ചുള്ള പേഷ്യൻസിന്റെ റെക്കോർഡുകൾ കീപ്പ് ചെയ്യുക. അതൊക്കെയാണ് ജൂനിയർ റെസിഡൻസ് ഡോക്ടേഴ്സിന്റെ ICUലുള്ള ജോലി എന്ന് പറയുന്നത്. ഇവര് ജൂനിയർ റെസിഡന്റ് ICU ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് ഏതാണ്, ട്രെയിനിങ്ങിൽ ഇരിക്കുന്ന ജൂനിയർ ഡോക്ടറാണ്. അവരിപ്പോ നിലവില് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും. അവർക്ക് ഡേ ആൻഡ് നൈറ്റ് ഡ്യൂട്ടി ഉണ്ടായിരിക്കും. അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ICUയിൽ വരുന്ന ഓരോ പേഷ്യൻസിനെ കുറിച്ചുമുള്ള റെക്കോർഡുകൾ കീപ്പ് ചെയ്യുക, അതുപോലെ പേഷ്യൻസുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റ് സമ്മറിയോ ഡിസ്ചാർജ് സമ്മറിയോ ഒക്കെ പ്രിപ്പയർ ചെയ്യുക എന്നത് കൂടിയാണ് ജൂനിയർ റെസിഡന്റ് ഡോക്ടറുടെ ICUയിലുള്ള ജോലി എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് ICU അഡ്മിഷൻ ക്രൈറ്റീരിയ. ICUയിലേക്ക് ഒരു പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ക്രൈറ്റീരിയ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. എന്തൊക്കെയാണെന്ന് നോക്കി. ടു ഒപ്റ്റിമൈസ് ICU റിസോഴ്സസ് ആൻഡ് എൻഹാൻസ് ഔട്ട്കംസ്. ഒരു ICUമായി ബന്ധപ്പെട്ട ICUയിലുള്ള റിസോഴ്സ് അല്ലെങ്കിൽ വിഭവങ്ങൾ, ICUയിൽ ആരൊക്കെയുണ്ട്, മെഡിക്കൽ സ്റ്റാഫുകളുണ്ട്, നഴ്സിംഗ് സ്റ്റാഫുകളുണ്ട്, അവിടെ എന്തെങ്കിലും മറ്റ് എക്യുപ്മെന്റ്സുകളുണ്ട്, അതുമായി ബന്ധപ്പെട്ട ടെക്നീഷ്യൻസ് ഉണ്ട്, അങ്ങനെ ഒത്തിരി സംവിധാനങ്ങൾ അല്ലെ, ഒത്തിരി ആളുകൾ സ്റ്റാഫുകൾ ഉൾപ്പെടെ ഒത്തിരി സെറ്റപ്പ് അല്ലെ സംവിധാനങ്ങളെല്ലാം ഉള്ള ഒരു റൂമാണ് ICU എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ICUവിന്റെ ഉള്ളിലുള്ള ഇവരെല്ലാം, അതായത് ഈ ആളുകൾ ഉൾപ്പെടെയുള്ള എക്യുപ്മെന്റ്സോ ആളുകളോ എല്ലാം ആ ഒരു വിഭവത്തിൽ ഉൾപ്പെടുന്നതാണ് അല്ലെങ്കിൽ റിസോഴ്സിൽ വരുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ റിസോഴ്സുകളും, അതായത് പേഷ്യൻസിന് വരുന്ന സമയത്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ട്, നഴ്സിംഗ് സ്റ്റാഫുകളുണ്ട്, എക്യുപ്മെന്റ്സുകളുണ്ട്, ടെക്നീഷ്യൻസ് ഉണ്ട്. ഇവരെല്ലാം ശരിയായ രീതിയിൽ നല്ല രീതിയിൽ അവരെ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യുക, ഒരു ബെറ്റർ ആയിട്ടുള്ള ഔട്ട്കം അല്ലെങ്കിൽ ഒരു നല്ല രീതിയിലുള്ള ഒരു ഫലപ്രാപ്തി നേടുക എന്നുള്ളതാണ് നമ്മുടെ ICUവിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ വരുന്ന, അതായത് സീരിയസ് ആയിട്ട് വരുന്ന ഒരു പേഷ്യന്റും കൂടി ഇവിടുത്തെ ഈ ICUവിന്റെ പരിചരണവും കാര്യങ്ങളും ഇവിടുത്തെ എല്ലാ സിറ്റുവേഷൻസും അവർക്ക് നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അവരുടെ ആ ഒരു ഹെൽത്ത് കണ്ടീഷൻ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നിലനിർത്തുക എന്നുള്ളതാണ് നമുക്ക് ആ ഒരു ICU വഴി കിട്ടേണ്ടത് അല്ലെ. അപ്പൊ ICUവില് ഓരോ പേഷ്യൻസിനെയും അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ഗൈഡഡ് ഓൺ ദ ബേസിസ് ഓഫ് എ കോമ്പിനേഷൻ ഓഫ് ഫാക്ടേഴ്സ്, ചില ഫാക്ടേഴ്സ് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിന്റെ ബേസിസിലാണ് ICUയിലേക്കുള്ള അഡ്മിഷൻ കൊടുക്കുന്നത്. അത് എന്തൊക്കെ പോയിന്റ്സ് ആണ്, വളരെ കുറച്ച് പോയിന്റ്സ് നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ കേട്ടോ. ഇതില് ഫസ്റ്റ് പോയിന്റ് നോക്കി, prioritization in accordance with the patient's severity of illness. അപ്പോ അവിടുത്തെ പേഷ്യൻസിന്റെ സിവിയറിറ്റി അല്ലെങ്കിൽ അവരുടെ ആ രോഗത്തിന്റെ തീവ്രതയ്ക്ക് അനുസരിച്ച് പേഷ്യൻസിന് എന്ത് ചെയ്യുക, മുൻഗണന നൽകുക. ഓരോ പേഷ്യൻസിനും ഗുരുതരാവസ്ഥയിൽ വരുന്ന ഓരോ പേഷ്യൻസിനെയും അവരെ അനാലിസിസ് ചെയ്തുകൊണ്ട് അവരുടെ ഓരോരുത്തരുടെയും ഗുരുതരാവസ്ഥ എങ്ങനെയാണ് എന്നുള്ളത് ചെക്ക് ചെയ്തുകൊണ്ട് അതിനനുസരിച്ച് ഏറ്റവും തീവ്രമായിട്ടുള്ള അവസ്ഥയിൽ വന്നിരിക്കുന്നവർക്ക് മുൻഗണന നൽകിക്കൊണ്ടായിരിക്കണം ഈ ICUയിലോട്ടുള്ള അഡ്മിഷൻ കൊടുക്കേണ്ടത്. സെക്കൻഡ് വൺ ആണ് സ്പെസിഫിക് പേഷ്യന്റ് നീഡ്സ് സച്ച് ആസ് ലൈഫ് സപ്പോർട്ട് തെറാപ്പീസ്. ലൈഫ് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവരുടെ ആ ഒരു അവരുടെ ജീവൻ മരണ പോരാട്ടം നടത്തുന്ന സമയങ്ങളിൽ അവരുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള എക്യുപ്മെന്റ്സുകളുടെ ഉപയോഗം, അതുപോലെ ബന്ധപ്പെട്ട തെറാപ്പീസ് കാര്യങ്ങൾ അവർക്ക് ആവശ്യമായിട്ട് വരികയാണെങ്കിൽ അങ്ങനെയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള പേഷ്യൻസിനെയും എവിടെ കൊണ്ടുവരണം, നമ്മുടെ ICUയിലേക്ക് അഡ്മിഷൻ കൊടുക്കാറുണ്ട്. അതുപോലെ ഡയഗ്നോസിസിന് വേണ്ടിയിട്ട് ഇപ്പൊ ഒരു പേഷ്യന്റ് വന്നു, അവർക്ക് തീരെ ഭയങ്കര സിവിയർ ആയ അവരുടെ കണ്ടീഷൻ, അപ്പൊ നമുക്ക് എന്താണ് അവരുടെ രോഗം എന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല, പക്ഷെ അവരുടെ അവസ്ഥ വളരെ മോശമായി കൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരെ ICUയിലേക്ക് പ്രവേശിപ്പിച്ചുകൊണ്ട് അവരുടെ രോഗനിർണയം നടത്തി കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കാനുള്ളവരെയും നമ്മൾ ICUയിൽ അഡ്മിഷൻ ആക്കാറുണ്ട്. അതുപോലെ പ്രോഗ്നോസിസ് എന്ന് പറഞ്ഞാൽ ഡോക്ടർ പ്രവചിക്കുന്നതാണ്. ചില ഡോക്ടേഴ്സ് നമ്മളിപ്പോ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ സിംറ്റംസ് കണ്ടത് ടെസ്റ്റുകളൊന്നും കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കും. നമ്മൾ ഡയഗ്നോസിൽ പറയുമ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ള ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ചെയ്താണ് രോഗനിർണയം നടത്തുന്നത് അല്ലെ. അതേസമയം പ്രോഗ്നോസിസ് പറയുമ്പോൾ ഡോക്ടർ ആ സിംറ്റംസും കാര്യങ്ങളും കണ്ടിട്ട് നമ്മളോട് പറയുകയാണ് എന്ത്, ഇന്ന രോഗമായിരിക്കാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഇത്ര നാളുകൾ കൊണ്ട് നിങ്ങൾ ചിലപ്പോൾ റിക്കവർ ആയേക്കാം എന്നുള്ള രീതിയിൽ അവർ പ്രവചിക്കില്ലേ ഡോക്ടേഴ്സ്. ടെസ്റ്റുകൾ പ്രോപ്പർ ആയിട്ട് ടെസ്റ്റുകളും കാര്യങ്ങളും ചെയ്തുകൊണ്ടല്ല, അല്ലാതെ നമ്മുടെ സിംറ്റവും കാര്യങ്ങളും ഒക്കെ
കണ്ടുകൊണ്ട് ചില എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് എന്ത് ചെയ്യും, പ്രവചിക്കാറുണ്ട് അല്ലെ. അപ്പൊ അതുപോലെ ഇങ്ങനെ ഗുരുതരാവസ്ഥയിൽ വരുന്ന ഒരു പേഷ്യന്റിനെ ഡോക്ടർക്ക് അവരുടെ സിംറ്റവും അവരുടെ ആ ഒരു അപ്പിയറൻസും കാര്യങ്ങളും ഒക്കെ കണ്ടുകൊണ്ട് അതിൽ നിന്ന് എന്തെങ്കിലും പ്രവചനങ്ങൾ ഉണ്ടാക്കി ഇന്ന രോഗമാണെന്ന് ഡോക്ടർക്ക് തോന്നുകയാണെങ്കിൽ ഡോക്ടർ പ്രവചിക്കുകയാണ്. അങ്ങനെ പറയുന്ന പേഷ്യൻസിനെയും അവർ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ICUലേക്ക് അഡ്മിറ്റ് ആക്കുന്നുണ്ട്. അതിനുശേഷം ICUയിൽ അഡ്മിറ്റ് ആക്കിയതിന് ശേഷമാണ് ഈ ഡോക്ടർ പറഞ്ഞിരിക്കുന്ന ആ കൃത്യമായിട്ടുള്ള കണ്ടീഷൻ തന്നെയാണോ അവർക്കുള്ളത് എന്നുള്ള കാര്യങ്ങൾ ബാക്കി വരുന്ന ഓരോ ടെസ്റ്റുകളും ട്രീറ്റ്മെന്റുകളും ഒക്കെ നടത്തി നമ്മൾ എന്ത് ചെയ്യുന്നു, തെളിയിക്കുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള അങ്ങനെ വരുന്ന പേഷ്യൻസിനെയും എന്താണ് ഇവിടെ ICUയിൽ അഡ്മിറ്റ് ആക്കാറുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് ഫ്രം ഇന്റർവെൻഷൻസ്. പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് എന്ന ഇടപെടലുകളിൽ നിന്നുള്ള പ്രയോജനം. ഇപ്പൊ ഇവിടെ ചില പേഷ്യൻസ് ഇപ്പൊ നമുക്കറിയാം വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസ് അല്ലെങ്കിൽ സ്പൈനൽ കോഡ് ഇഞ്ചുറിയുമായി ബന്ധപ്പെട്ട് വരുന്ന പേഷ്യൻസ് അവർക്കൊക്കെ എന്താണ് വീട്ടിൽ പോയാൽ പോലും ചിലപ്പോൾ നമുക്ക് ആ ഒരു വീട്ടിലല്ല ഒരു വാർഡിലോ റൂമിലോ ഒന്നും ആക്കിയാൽ ചിലപ്പോൾ നമുക്ക് ആ ഒരു പ്രയോജനം ICUയിലുള്ള പോലത്തെ പ്രയോജനം അവരുടെ ആ ഒരു ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട പ്രയോജനം അവർക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പൊ അങ്ങനെയുള്ള വെന്റിലേറ്ററിലുള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അങ്ങനെയല്ലേ അവർ റൂമിലേക്കോ വാർഡിലേക്കോ ഒന്നും നമുക്കത് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, അതായത് ICUവിന്റെ ഉള്ളിലുള്ള ആ ഒരു പ്രയോജനം ICUയിലുള്ള ഓരോ പേഷ്യൻസ് അവരുമായി ബന്ധപ്പെട്ട് വരുന്ന എക്യുപ്മെന്റ്സുകൾ അവിടെയുള്ള സ്റ്റാഫുകൾ അവർക്ക് നിന്ന് കിട്ടുന്ന ആ പ്രയോജനങ്ങള് ആവശ്യമായിട്ട് വരുന്ന ചില പേഷ്യൻസ് ഉണ്ട്. അപ്പൊ അവരെയൊക്കെ എന്ത് ചെയ്യുക, അങ്ങനെയുള്ള ആ ഒരു പ്രയോജനവുമായി ബന്ധപ്പെട്ട് ആ ഒരു ഇടപെടലുമായി ബന്ധപ്പെട്ട് പ്രയോജനം ആവശ്യമായിട്ട് വരേണ്ട സ്പെസിഫിക് ആയിട്ടുള്ള പേഴ്സൺസിനെയും നമ്മൾ ICUയിൽ അഡ്മിറ്റ് ആക്കാറുണ്ട്. ലാസ്റ്റ് വരുന്നതാണ് ബെഡ് അവൈലബിലിറ്റി. ICUയില് എല്ലാവരെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ICUയിലേക്ക് കൊണ്ടുവന്ന് അഡ്മിറ്റ് ആക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ അവിടെ ICUവിന്റെ ഉള്ളിൽ എത്രത്തോളം ബെഡ് അവൈലബിൾ ആണ് എന്നതുകൂടി കൺസിഡർ ചെയ്തുകൊണ്ട് വേണം ICUയിലേക്ക് പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ എന്തൊക്കെ ക്രൈറ്റീരിയ നമ്മൾ പറഞ്ഞത്, ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത് ആ രോഗിയുടെ തീവ്രതയ്ക്കനുസരിച്ച് രോഗത്തിന്റെ തീവ്രത എത്രത്തോളം ഉണ്ട്, ഏറ്റവും ഉയർന്ന തീവ്രതയിൽ നിൽക്കുന്നവരെ ആദ്യം എന്ത് ചെയ്യുക, ICUയിലേക്ക് അഡ്മിറ്റ് ആക്കുക. സെക്കൻഡ് പറഞ്ഞത് അവരുടെ ഓരോ പേഷ്യൻസിന്റെയും അവരുടെ ജീവൻ നിലനിർത്തുന്ന രീതിയിലുള്ള ലൈഫ് സപ്പോർട്ട് തെറാപ്പികളൊക്കെ ആവശ്യമായിട്ട് വരുന്ന സ്പെസിഫിക് ആയിട്ടുള്ള പേഷ്യൻസിനെ നമുക്ക് ICUയിലേക്ക് അഡ്മിറ്റ് ആക്കാം. മൂന്നാമതായിട്ട് പറഞ്ഞത് രോഗനിർണയം നടത്തി അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകളും കെയറും വേണ്ട പേഷ്യൻസ് ആണെങ്കിൽ അതിനു വേണ്ടിയിട്ട് നമുക്ക് അവരെ എന്ത് ചെയ്യാം, ICUയിൽ അഡ്മിറ്റ് ആക്കാം. പ്രോഗ്നോസിസ് എന്ന് പറയുമ്പോൾ ഇവിടെ രോഗനിർണയം കൃത്യമായിട്ടുള്ള രോഗനിർണയം നമുക്ക് നടത്തിയിട്ടില്ല, മറിച്ച് ആ ഡോക്ടർ അസ്യൂം ചെയ്തിരിക്കുകയാണ് ഇന്ന രോഗമായിരിക്കും എന്നുള്ളത് അസ്യൂം ചെയ്ത് അവരെ പ്രവചിച്ചിട്ടേ ഉള്ളൂ. ആ കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണോ, അവർക്ക് ആ ഡോക്ടറുടെ സംശയം ശരിയാണോ, അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ എന്തൊക്കെ കൊടുക്കണം, പരിചരണങ്ങൾ കൊടുക്കണം എന്നതൊക്കെ തീരുമാനിക്കാനായിട്ട് ആ വരുന്ന സിവിയർ ആയിട്ട് വരുന്ന പേഷ്യൻസിനെ എന്ത് ചെയ്യാം, ആ ഒരു ICUയിലേക്ക് അഡ്മിറ്റ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് പറഞ്ഞത് പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് ഫ്രം ഇന്റർവെൻഷൻസ്, ഇടപെടലിൽ നിന്നുള്ള പ്രയോജനം. ഈ ഒരു ICUവിന്റെ ഉള്ളിലുള്ള എല്ലാ എക്യുപ്മെന്റ്സുകളും എല്ലാ വ്യക്തികളുടെയും മെഡിക്കൽ സ്റ്റാഫ് നഴ്സിംഗ് സ്റ്റാഫുകളൊക്കെ ഇടപെട്ടുകൊണ്ട് അതിൽ വഴി പ്രയോജനം ലഭിക്കേണ്ട ചില പേഷ്യൻസ് ഉണ്ട്. ഇപ്പൊ വെന്റിലേറ്റർ സഹായം ആവശ്യമായിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് നമുക്ക് പുറത്തു കൊണ്ടുപോയാൽ അവരൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അവർക്ക് ICUവിന്റെ ഉള്ളിലുള്ള ആ ഒരു എക്യുപ്മെന്റിന്റെ ഉപയോഗം ആവശ്യമായിട്ട് വരും, അവിടെയുള്ള സ്റ്റാഫുകളുടെ ആ ഒരു പ്രയോജനം എപ്പോഴും ആവശ്യമായിട്ട് വരും. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസ് സ്പെസിഫിക് ആയിട്ടുള്ള പേഷ്യൻസിനെയും നമുക്ക് ICUയിലേക്ക് അഡ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ലാസ്റ്റ് പറഞ്ഞത് ബെഡ് അവൈലബിലിറ്റി ആണ്. എത്ര ബെഡ് ആ ഒരു ICUയിൽ അവൈലബിൾ ആണ് എന്നുള്ളതനുസരിച്ച് കൂടിയാണ് ICUയിലേക്കുള്ള ആളുകളുടെ അഡ്മിഷൻ എടുക്കുന്നത്. ഓക്കെ ആണോ ICU അഡ്മിഷൻ ക്രൈറ്റീരിയ? ഓക്കെ. നെക്സ്റ്റ് പറയുന്നതാണ് ഡേ ടു ഡേ കെയർ പ്രൊസീജിയേഴ്സ്. അപ്പൊ എല്ലാ ദിവസവും ആ ഒരു ICUയിൽ നടക്കുന്ന ഡേ ടു ഡേ കെയർ എന്തൊക്കെയാണ്, എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ്. സിമ്പിൾ ആയിട്ടുള്ള മൂന്ന് പോയിന്റ്സ് ഒക്കെ വെച്ച് നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ കേട്ടോ. ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, connection with the parent unit is necessary for proper treatment of patients in ICU. അപ്പൊ ഒരു പാരന്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനൊരു എക്സാമ്പിൾ ഇപ്പൊ കൂടുതലായിട്ടും പാരന്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ നിയോനേറ്റൽ ICU, പീഡിയാട്രിക് ICU ഒക്കെ ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ICU അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ICUയിലൊക്കെ പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളാണ് അല്ലെ. അപ്പൊ അവര് സിവിയർ ആയിട്ടുള്ള കേസിൽ അല്ലെങ്കിൽ ഗുരുതരാവസ്ഥയിലൊക്കെ അവർ ICUയിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്ന സമയത്ത് അവരുടെ കൂടെ അവർക്ക് പരിചരണം കൊടുക്കാനായിട്ട് നമ്മൾ ആരെയായിരിക്കും നിർത്തുക? തീരെ കുഞ്ഞു കുട്ടികളൊക്കെയാണ്, ന്യൂബോൺ ബേബീസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള പരിചരണങ്ങൾ കിട്ടാനായിട്ട് അവരുടെ പാരന്റ്സിനെയാണ് നിർത്തുക അല്ലെ. അതായത് പ്രധാനമായിട്ടും അവരുടെ മദർ അല്ലെ,
മദർ തന്നെയായിരിക്കും കൂടുതലായിട്ടും നമ്മൾ അവരുടെ അമ്മയാണ് തന്നെയാണ് അല്ലെ കൂടെ നിർത്തുക. അപ്പൊ അത് തന്നെ അവിടെ പാരന്റ് യൂണിറ്റ് എന്നുണ്ട്. ഇത് മാതൃ യൂണിറ്റ്. ഇവിടെ ഒരു മാതൃ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഐസിയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നിയോനേറ്റൽ ഐസിയു, പീഡിയാട്രിക് ഐസിയു അതിലൊക്കെയാണ് കൂടുതലായിട്ടും ഈ ഒരു പാരന്റ് യൂണിറ്റിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പൊ അവിടെ ആ പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ കുട്ടികളാണ് അല്ലെ. അപ്പൊ അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ നടത്തുന്ന സമയത്ത് അവർക്ക് പരിചരണങ്ങൾ കൊടുക്കാനായിട്ട് നേഴ്സിന് പകരം നമ്മൾ അവരുടെ മദറിനെ ആയിരിക്കും നിർത്തുക. അപ്പൊ അങ്ങനെയുള്ള ഒരു പാരന്റ് യൂണിറ്റ് ആ ഒരു പാരന്റ്സുമായി ബന്ധപ്പെട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കി നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ആ പേഷ്യൻസിന് ഐസിയുലുള്ള ഓരോ പേഷ്യൻസിനും ശരിയായ ട്രീറ്റ്മെന്റുകൾ കൊടുക്കുക. അതാണ് ഒന്നാമതായിട്ട് പറയുന്ന കാര്യം. കണക്ഷൻ വിത്ത് ദ പാരന്റ് യൂണിറ്റ് ഈസ് നെസസറി ഫോർ പ്രോപ്പർ ട്രീറ്റ്മെന്റ് ഓഫ് പേഷ്യൻസ് ഇൻ ഐസിയു. ഇങ്ങനെയുള്ള കുട്ടികൾക്കാണെങ്കിലും അവർക്ക് ഒരു ട്രീറ്റ്മെന്റ് ശരിയായ രീതിയിൽ കൊടുക്കണമെങ്കിൽ അവരുടെ ആ ഒരു അമ്മയുടെ അല്ലെങ്കിൽ മദറിന്റെ പ്രസൻസ് അവിടെ ഉണ്ടായിരിക്കണം അല്ലെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള ശരിയായ ട്രീറ്റ്മെന്റ് അങ്ങനെയുള്ള പേഷ്യൻസ് ആ കുട്ടികൾക്കൊക്കെ നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യം എന്താണ്, ഇങ്ങനെയുള്ള പാരന്റ് യൂണിറ്റ് അല്ലെങ്കിൽ മാതൃ യൂണിറ്റുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുക. അപ്പൊ അവരുടെ പ്രസൻസിൽ അവരുടെ പരിശീലിക്കുന്ന അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന ആ ഒരു പരിചരണത്തിനോടൊപ്പം നമുക്ക് ട്രീറ്റ്മെന്റുകൾ കൊടുത്തു പോരാനായിട്ട് പറ്റും. അതാണ് പാരന്റ് യൂണിറ്റിന്റെ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞത് routine ICU rounds shall be held in morning 9 to 11 AM under whom patient is admitted. The main decision regarding treatment is taken in this round. അതുപോലെ തന്നെ ഇപ്പൊ നമ്മള് ഹോസ്പിറ്റലിലെ വാർഡിലോ റൂമിലോ ഒക്കെ നമ്മൾ താമസിക്കുന്ന സമയത്ത് ഡോക്ടേഴ്സ് റൗണ്ട്സിന് വരാറില്ലേ. അതുപോലെ തന്നെ നമ്മുടെ ICUവിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുന്ന പേഷ്യൻസിന്റെ അടുത്തേക്ക് അവരുടെ അതാത് ഡോക്ടേഴ്സ് ഏത് പേഷ്യന്റിനെ ഇപ്പൊ ഒരു പേഷ്യന്റിനെ അഡ്മിറ്റ് ആക്കിയിട്ട് കാർഡിയോളജിസ്റ്റ് ആണെങ്കിൽ അവരായിരിക്കും ആ പേഷ്യന്റിന്റെ അടുത്തേക്ക് വരാം. അപ്പൊ ഏത് ഡോക്ടറാണോ ആ പേഷ്യന്റിനെ അഡ്മിറ്റ് ആക്കിയിരിക്കുന്നത് ICUവിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുന്നത് അതാത് ഡോക്ടേഴ്സ് എന്ത് ചെയ്യും, രാവിലെ 9 മുതൽ 11 മണിക്കിടയിൽ ICUവിലേക്ക് എന്തിനു വരും, റൗണ്ട്സിന് വരുന്നതായിരിക്കും. ഈ റൗണ്ട്സിന് വരുന്ന സമയത്താണ് അവർ ചോദിക്കുക അല്ലെ, അവരുടെ കൂടെ നേഴ്സാണ് അല്ലെങ്കിൽ അമ്മയാണ് കൂടെ ഉള്ളതെങ്കിൽ അവർ എന്ത് ചോദിക്കും, ഇപ്പൊ ആ പേഷ്യന്റിന്റെ കണ്ടീഷൻ എങ്ങനെയാണ്, ബെറ്റർ ആയിട്ടുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സിംറ്റംസോ കാര്യങ്ങളോ കാണിച്ചോ, ഒരു കണ്ടീഷൻ മറ്റെന്തെങ്കിലും ട്രീറ്റ്മെന്റുകൾ ആവശ്യമായിട്ട് ചെയ്തോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടർ വരുമ്പോൾ ചോദിക്കില്ലേ. നമ്മളോടാണെങ്കിലും നമ്മളാണ് അവിടുത്തെ പേഷ്യന്റെങ്കിൽ നമ്മളോട് ചോദിക്കാറില്ല എങ്ങനെയാണ്, ബെറ്റർ ആയോ, ഇന്നത്തെ പോലെ തന്നെയാണോ ഇന്നും എന്നുള്ളതൊക്കെ ചോദിക്കാറില്ലേ. അതുപോലെ തന്നെ പേഷ്യൻസുമായി ബന്ധപ്പെട്ട് അവര് കെയർ ചെയ്യാൻ നിൽക്കുന്ന നേഴ്സിനോടും അവരുടെ കൂടെ കുട്ടികളാണെങ്കിൽ അവരുടെ മദേഴ്സിനോടൊക്കെ എന്ത് ചെയ്യും, പേഷ്യൻസിന് നോക്കാൻ വരുന്ന ആ ഡോക്ടർ എന്ത് ചെയ്യും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അല്ലെ. കമ്മ്യൂണിക്കേഷനിലൂടെ ആ പേഷ്യന്റിനെ നോക്കുന്ന അതുപോലെ ആ പേഷ്യൻസിനെ എന്ത് ചെയ്യും, അവർ ഒബ്സർവ് ചെയ്തിട്ട് ആ സമയത്താണ് ആ ഡോക്ടർ തീരുമാനിക്കുന്നത് ഇനി എന്ത് ട്രീറ്റ്മെന്റ് ആണ് ഈ പേഷ്യന്റിന് കൊടുക്കേണ്ടത്. അല്ലാതെ കഴിഞ്ഞ ദിവസം വരെയുള്ള ട്രീറ്റ്മെന്റ് കൊടുത്തിട്ട് അവർക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ഉണ്ടാവുന്നില്ലെങ്കിൽ പുതിയൊരു ട്രീറ്റ്മെന്റ് കൊടുത്ത് നോക്കണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ റൗണ്ട്സിന് വരുന്ന സമയത്താണ് ആ ഡോക്ടർ തീരുമാനിക്കുന്നത് ഇനി ഏത് ട്രീറ്റ്മെന്റ് ആണ് ആ പേഷ്യന്റിന് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ നിലവിലുള്ള ട്രീറ്റ്മെന്റ് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതിയോ എന്നുള്ളത് തീരുമാനിക്കുന്നത് എപ്പോഴാണ്, ആ റൗണ്ട്സിന് വരുന്ന സമയത്താണ് ആ ഡോക്ടർ തീരുമാനിക്കുന്നത്. തേർഡ് വൺ ആണ് ദ ട്രീറ്റ്മെന്റ് ഈസ് ഇനിഷ്യേറ്റഡ് ടു പേഷ്യൻസ് ഇഫ് റിട്ടൺ ബൈ ദ സീനിയർ റെസിഡന്റ് പോസ്റ്റഡ് ഇൻ ICU. എക്സ്റ്റൻസീവ് കെയർ ഈസ് ഗിവൻ ടു പേഷ്യന്റ്. അപ്പൊ ഇവിടെ ട്രീറ്റ്മെന്റ് ഇനിഷ്യേറ്റ് ചെയ്ത്, അതായത് നമ്മുടെ സീനിയർ റെസിഡന്റ് ഡോക്ടർ, നമ്മൾ നേരത്തെ ഒരു പോയിന്റ് പറഞ്ഞിരുന്നു, സീനിയർ റെസിഡന്റ് ഡോക്ടറിന്റെ സമയത്ത് സീനിയർ ഡോക്ടർ എങ്ങനെയായിരിക്കണം, ഒരു എമർജൻസി സിറ്റുവേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അവർക്ക് അധികാരമുണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും പുതിയൊരു ട്രീറ്റ്മെന്റ് ഒക്കെ ഒരു പേഷ്യന്റിന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരത് എന്ത് ചെയ്യണം, സീനിയർ റെസിഡന്റ് ഡോക്ടേഴ്സ് അത് എഴുതി വെക്കേണ്ടതാണ്. അങ്ങനെ എഴുതി വെച്ചുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാം, ആ ഒരു എമർജൻസി ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു എക്സ്റ്റൻസീവ് ആയിട്ടുള്ള വിപുലമായിട്ടുള്ള ഒരു പരിചരണം ആ പേഷ്യന്റിന് നൽകാവുന്നതാണ്. ഒരിക്കലും അവരുടെ അനുവാദം ഇല്ലെങ്കിൽ പോലും ഇവർക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ പോലും അവരത് എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് റിട്ടേൺ ചെയ്ത് അവിടെ ആ ഒരു പേഷ്യൻസുമായി ബന്ധപ്പെട്ട് അവരുടെ മുമ്പിൽ വെക്കേണ്ടതാണ്. അപ്പൊ എന്താണ് പറഞ്ഞത്, the treatment initiated to patient is written by the senior resident posted in ICU. Extensive care is given to the patient. ആ ഒരു പുതിയതായിട്ട് ആ പേഷ്യന്റിന് എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് ഇനിഷ്യേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഈ സീനിയർ റെസിഡന്റ് ഡോക്ടർ എഴുതി വെക്കേണ്ടത് പേഷ്യൻസിന് നല്ല രീതിയിലുള്ള വിശാലമായിട്ടുള്ള വിപുലമായിട്ടുള്ള ഒരു പരിചരണം നൽകേണ്ടതുമാണ്. ഡേ ടു ഡേ കെയർ പ്രൊസീജിയേഴ്സിൽ 3 പോയിന്റാ പറഞ്ഞത്. ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞത്
അതിപ്പോ നിയോനേറ്റൽ അല്ലെങ്കിൽ പീഡിയാട്രിക് പോലെയുള്ള ICUലൊക്കെയാണ് കൂടുതലും നമുക്ക് അവരുടെ ഉപയോഗം വരുന്നത്, അല്ലെ ഒരു പാരന്റിന്റെ ഒരു ഉപയോഗം വരുന്നത്. അപ്പൊ അവരുടെ പ്രസൻസിൽ എന്ത് ചെയ്യുക, പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ, വളരെ അത്യാവശ്യമാണ്. അപ്പൊ അത് തമ്മിൽ ഇവർ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടായാൽ മാത്രമേ കൃത്യമായിട്ടുള്ള ശരിയായ ഒരു ട്രീറ്റ്മെന്റ് പേഷ്യൻസിന്, ICUലുള്ള പേഷ്യൻസിന്, കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നൽകാനായിട്ട് പറ്റുള്ളൂ. രണ്ടാമത് പറഞ്ഞത്, ഏത് ഡോക്ടറാണോ പേഷ്യൻസിനെ ആ ICUവിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുന്നത് അതാത് ഡോക്ടേഴ്സ് രാവിലെ എന്ത് ചെയ്യും, ഒരു 9 മുതൽ 11 മണിക്കുള്ളിൽ ആ ICUലേക്ക് റൗണ്ട്സിനായിട്ട് എത്തുന്നതായിരിക്കും. ആ സമയത്താണ് ആ പേഷ്യന്റിന് ഇനി എന്ത് ട്രീറ്റ്മെന്റ് കൊടുക്കണം എന്നുള്ളത് ആ ഡോക്ടർ തീരുമാനിക്കുന്നത്. മൂന്നാമതായിട്ട് പറഞ്ഞ പോയിട്ട്, പേഷ്യൻസിന് എന്തെങ്കിലും പുതിയതായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ സീനിയർ റെസിഡന്റ് ഡോക്ടേഴ്സ് കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കണം. അതുവഴി അവർക്ക് നല്ല രീതിയിലുള്ള വിപുലമായിട്ടുള്ള ഒരു പരിചരണങ്ങൾ കൊടുക്കുകയും വേണം. ഓക്കെ ആണോ? ഡേ ടു ഡേ കെയർ പ്രൊസീജിയേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ്. ഡിസ്ചാർജ് ചെയ്ത് വിടുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രൊസീജിയേഴ്സ്. ഇതും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പേഷ്യൻസ് ഫസ്റ്റ് പോയിന്റ് നോക്കി ഒരു 3 പോയിന്റ് പറയാനുള്ളൂ. പേഷ്യൻസ് ഹു ആർ റിക്കവേർഡ് ആൻഡ് ആർ സ്റ്റഡി ക്യാൻ ബി ഡിസ്ചാർജ്. അല്ലെ, നമുക്കറിയാം ഇപ്പൊ ഒരു ICU ആയിക്കോട്ടെ, നമ്മുടെ ഹോസ്പിറ്റലിൽ എവിടെ അഡ്മിറ്റ് ആയാലും ആ പേഷ്യൻസ് അവരുടെ ഒരു നോർമൽ കണ്ടീഷനിൽ എത്തിയെന്ന്, ആ ഒരു എമർജൻസി സിറ്റുവേഷൻ അല്ലെങ്കിൽ വളരെ ക്രിട്ടിക്കൽ ആയ സിറ്റുവേഷനിൽ നിന്ന് റിക്കവർ ചെയ്ത് വന്നു എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യും. അല്ലെ, അതുപോലെ തന്നെ നമുക്ക് ICUവിലും വന്നിരിക്കുന്ന പേഷ്യൻസിന് ആ നിലവിലുള്ള ഒരു ഗുരുതരാവസ്ഥയൊക്കെ മാറി അവരൊരു സ്റ്റഡി ആയി നോർമൽ ആയിട്ടുള്ള കണ്ടീഷനിലേക്ക് എത്തി തിരിച്ച് റിക്കവർ ആയി വന്നു എന്നുണ്ടെങ്കിൽ അവരെ എന്ത് ചെയ്യാം, ഡിസ്ചാർജ് ചെയ്യാം. അതൊന്നാമത്തെ കേസ് പറയുന്നത്. രണ്ടാമത് പറയുന്നത്, പേഷ്യൻസ് ഇൻ ഹൂം ഇമ്മീഡിയറ്റ് ത്രെറ്റ് ഈസ് ലെസൺ ബട്ട് നീഡ്സ് close observation can either be discharged to wards or in intermediate care areas depending on need for ICU beds. അപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ഇപ്പൊ ICUവിന്റെ ബെഡുകളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, അല്ലെ, ആ ബെഡുകൾ ആവശ്യമായിട്ട് വരും. അല്ലെ, ICUവിൽ ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ അവർ കാലാകാലം നമുക്ക് ICUവിൽ നിർത്താൻ പറ്റുമോ? ഇല്ലല്ല. അപ്പൊ അവരെന്ത് ചെയ്യുക, അവരുടെ രോഗാവസ്ഥ കുറയുന്നതിനനുസരിച്ച് അവർ നമുക്ക് ഡിസ്ചാർജ് ചെയ്ത് പുറത്തേക്ക് വിട്ടാൽ മാത്രമേ പുതിയൊരു പേഷ്യന്റിനെ ICUവിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അല്ലെ, അപ്പൊ അങ്ങനെയുള്ള ബെഡിന്റെ അവൈലബിലിറ്റി ഒക്കെ നോക്കിയിട്ട് ആവശ്യകതക്കനുസരിച്ച് ഒരു പേഷ്യന്റ് അവരുടെ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ അവർക്ക് ആ ഒരു പെട്ടെന്ന് അവരുടെ ആ ഒരു രോഗാവസ്ഥ അല്ലെങ്കിൽ പെട്ടെന്ന് അവരുടെ ആ ഒരു രോഗത്തിന്റെ തീവ്രത കുറഞ്ഞു എന്നാൽ പോലും ഒരു ക്ലോസ് ഒബ്സർവേഷൻ അല്ലെങ്കിൽ ഒരു സൂക്ഷ്മ നിരീക്ഷണം ആവശ്യമായിട്ട് വരുന്ന പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് ICUവിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാം. എങ്ങോട്ട് ഡിസ്ചാർജ് ചെയ്ത് മാറ്റാം? വാർഡുകളിലേക്കോ റൂമുകളിലേക്കോ അതുപോലെയുള്ള ഇന്റർമീഡിയറ്റ് കെയർ കൊടുക്കേണ്ട ഏരിയാസിലേക്ക് നമുക്ക് മാറ്റാവുന്നതാണ്. അതാണ് സെക്കൻഡ് പോയിന്റ് പറയുന്നത്. അതായത് അവിടെ വന്നിരിക്കുന്ന ICUവിലുള്ള ഓരോ പേഷ്യൻസും അവരുടെ ആ ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ തീവ്ര പരിചരണം ആവശ്യമായിട്ട് വരുന്നില്ല. ആ ഒരു തീവ്രത, രോഗത്തിന്റെ ആ തീവ്രത കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് എന്താണ് ഒരു ക്ലോസ് ഒബ്സർവേഷൻ ആവശ്യമായിട്ട് വരുന്ന പേഷ്യൻസ് ആണെങ്കിൽ അവരെ നമുക്ക് ICUവിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വാർഡുകളിലേക്കോ റൂമുകളിലേക്കോ ഒക്കെ മാറ്റാവുന്നതാണ്. അപ്പൊ അങ്ങനെ മാറ്റുന്ന കണ്ടീഷൻ എന്തുകൊണ്ടാണ്? അവർക്ക് ഈ ICUവിൽ വെച്ച് നമുക്ക് ആ ഒരു ക്ലോസ് ഒബ്സർവേഷൻ കൊടുക്കാൻ പറ്റും. പക്ഷെ അതേസമയം ICUവിൽ മറ്റ് ബെഡുകളൊന്നും അവൈലബിൾ അല്ല എങ്കിൽ ഈ പേഷ്യന്റിനെ മാറ്റിയാൽ മാത്രമേ പുതിയൊരാളെ നമുക്ക് അവിടേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അല്ലെ, അതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഇങ്ങനെയുള്ള പേഷ്യൻസിനെ റൂമുകളിലേക്കോ വാർഡുകളിലേക്കോ മാറ്റുന്നത്. തേർഡ് പോയിന്റ്, പേഷ്യൻസ് ഇൻ ഹൂം ഡെത്ത് ഈസ് എഗ്രീഡ് ടു ബി ഇംബെഡിംഗ് if intensive care is continued again kept in ICU depending on availability of resources. നമുക്കറിയാം ചില പേഷ്യൻസ് ഇപ്പൊ ബ്രെയിൻ ഡെത്ത് ഒക്കെ സംഭവിച്ച പേഷ്യൻസ് ആണെങ്കിൽ അവരെന്താ ചെയ്യുന്നത്? ഒരു നമ്മുടെ വെന്റിലേറ്ററിലൊക്കെ ഇട്ടിരിക്കായിരിക്കും അല്ലെ. അപ്പൊ ആ വെന്റിലേറ്ററിൽ മാറ്റി കഴിഞ്ഞാൽ അവരെന്താണ്, നമുക്ക് ഓൾറെഡി അറിയാം ആ വ്യക്തികൾ എന്താണ്, അവർ ആ ഒരു ചികിത്സ തുടരുകയാണെങ്കിൽ പോലും അവര് മരണം സംഭവിക്കുമെന്ന് നമുക്ക് ഉറപ്പാണ് അല്ലെ. അങ്ങനെയല്ലേ ആ പേഷ്യൻസ് മരണം സംഭവിച്ചിരിക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. ആ വെന്റിലേറ്ററിൽ നിന്ന് അവരെ മാറ്റി ആ ഒരു സേവനം അവരിൽ നിന്ന് മാറ്റി കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ടും അവരെന്താണ് മരണത്തിലേക്ക് പോകുന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനെ അവരുടെ പേഷ്യൻസുമായി ബന്ധപ്പെട്ട് അവരുടെ റിലേറ്റീവ്സിന് അടുത്തുള്ള അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിന്റെ ഒക്കെ ബേസിസിൽ ചിലപ്പോൾ അവരോട് ചോദിക്കുമ്പോൾ ചില അവരുടെ റിലേറ്റീവ്സ് പറയുന്നത് എന്താണ്, ഞങ്ങളുടെ കുറച്ച് നാളും കൂടി നമുക്ക് കാണാലോ, ഇനി എന്തെങ്കിലും മിറാക്കിളൊക്കെ സംഭവിച്ച് അവരെന്തെങ്കിലും തിരിച്ചു വന്നാലോ
അത് കുഴപ്പമില്ല, ഇതേ രീതിയിലുള്ള ട്രീറ്റ്മെന്റുകൾ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കോട്ടെ എന്നുള്ള രീതിയിൽ ചില അവരുടെ ആ ഒരു ഗേറ്റുമായി ബന്ധപ്പെട്ട് പറയാറുണ്ട്. ചിലവരെന്താ പറയാറ്, ഇനി എത്ര നാൾ ഇവർ ഇങ്ങനെ കിടന്നാലും അവർ ആ ഒരു വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയൊക്കെയല്ലേ ജീവിക്കുന്നത്, അത് മാറ്റിക്കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിൽ ആ ഒരു ചെറിയ രീതിയിലുള്ള ഒരു ചലനം മാത്രമേ ഉള്ളൂ അല്ലെ, വേറെ ഒന്നുമില്ല, അവർ മരണത്തിലേക്ക് കീഴടങ്ങും, എന്നാൽ പിന്നെ അത് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പറയുന്നവരും ഉണ്ട്. അപ്പൊ അതിന്റെ രീതിയിൽ അങ്ങനെ അതായത് മരണത്തിലേക്ക് ഓൾറെഡി ഇപ്പൊ ട്രീറ്റ്മെന്റിലാണെങ്കിൽ പോലും മരണം സ്ഥിരീകരിക്കുമെന്ന് ഉറപ്പുള്ള പേഷ്യൻസിനെ അവരുടെ റിലേറ്റീവ്സിന്റെ പ്രസൻസിൽ അവരുടെ തീരുമാനത്തോടു കൂടി നമുക്ക് എന്ത് ചെയ്യാം, ആ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യാവുന്നതാണ്. ഡിസ്ചാർജ് ചെയ്യാന്ന് പറഞ്ഞാൽ ആ ഒരു സൗകര്യം ICU എന്ന് പറയുന്ന ആ ഒരു ഫെസിലിറ്റിയിൽ നിന്ന് മാറ്റാം. അപ്പൊ തന്നെ ഓൾറെഡി നമ്മൾ എന്താണ് അവർക്കറിയാം, ആ ഒരു വ്യക്തി മരണമടയും എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അങ്ങനെ 3 സിറ്റുവേഷൻ ആണ് ഡിസ്ചാർജിൽ വരുന്നത്. ഫസ്റ്റ് വൺ പറഞ്ഞത് പേഷ്യൻസ് അവരുടെ ആ ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്നൊക്കെ അവർ ഒത്തിരി റിക്കവർ ആയി അവരൊരു നോർമൽ സ്റ്റഡി ആയിട്ടുള്ള ഒരു നിലയിൽ എത്തിക്കഴിഞ്ഞാൽ അവരെ ICUവിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് മാറ്റാം. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ പേഷ്യൻസിന് അതായത് ആ പേഷ്യന്റിന് അവരെ പെട്ടെന്നുള്ള അവരുടെ ആ ഒരു തീവ്രത കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് ഒരു ക്ലോസ് ഒബ്സർവേഷൻ ആവശ്യമായിട്ട് വരുന്നുള്ള പേഷ്യൻസ് ആണെങ്കിൽ കൂടി അവരെന്ത് ചെയ്യാം, അവരുടെ ബെഡ് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ICUവിൽ നിന്നും അവർക്ക് വാർഡിലേക്കോ അല്ലെങ്കിൽ മറ്റ് റൂമുകളിലേക്കൊക്കെ ക്ലോസ് ഒബ്സർവേഷന് വേണ്ടിയിട്ട് മാറ്റാവുന്നതാണ്, ഡിസ്ചാർജ് ചെയ്ത് മാറ്റുന്നതാണ്. മൂന്നാമത്തെ കാര്യം, നിലവിൽ അവർക്ക് എന്താണ് ട്രീറ്റ്മെന്റുകൾ കഴിയുന്നവരാണെങ്കിൽ പോലും അവരുടെ മരണം ഉറപ്പിച്ച് അല്ലെങ്കിൽ സ്ഥിരീകരിച്ചിട്ടുള്ളതായതുകൊണ്ട് അങ്ങനെ പ്രീഡിക്റ്റൊക്കെ സംഭവിച്ച പേഷ്യൻസ്, അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ എന്താണ് അവരുടെ റിലേറ്റീവുമായി ബന്ധപ്പെട്ട് അവരുടെ താല്പര്യപ്രകാരം ആ ഒരു ICUവിൽ നിന്നും ഡിസ്ചാർജ് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ICU തന്നെ എന്ത് ചെയ്യുക, അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുകൾ വെച്ചിട്ട് അവരെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നതുമാണ്. ഓക്കെ ആണോ ഡിസ്ചാർജ് പ്രൊസീജിയർ? നെക്സ്റ്റ് വരുന്നതാണ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഇൻചാർജ് ഓഫ് ICU. ആരാണ് റെസ്പോൺസിബിൾ ഇൻചാർജ്? ICUവിൽ ഇൻചാർജ് ആരാ? ഏത് പോയിന്റാ പറയണ്ടേ നവനീത? ഏത് പോയിന്റാ പറയേണ്ടത്? ഡിസ്ചാർജിന്റെ 3 പോയിന്റും വേണം. ഡിസ്ചാർജിൽ എന്താ പറഞ്ഞത്? 3 പോയിന്റ്. ഫസ്റ്റ് പോയിന്റ് പറഞ്ഞാൽ എന്താ, പേഷ്യൻസ് ഒരു നല്ല രീതിയിൽ ഇപ്പൊ അവർക്കും ശരി നല്ല രീതിയിൽ അവർ ബെറ്റർ ആയി അവരുടെ ആ ഒരു എമർജൻസി അല്ലെങ്കിൽ ക്രിട്ടിക്കൽ കണ്ടീഷനൊക്കെ അവർ ഒത്തിരി റിക്കവർ ആയി ബെറ്റർ ആയി അവർ ഒരു നോർമൽ കണ്ടീഷൻ ആവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പേഷ്യൻസിനെ ICUവിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാം. രണ്ടാമത്തെ കേസ് പറഞ്ഞത് അവർക്ക് ആ പേഷ്യൻസ് അവർക്ക് പെട്ടെന്ന് അവരുടെ ആ ഒരു രോഗതീവ്രത കുറഞ്ഞിട്ടുണ്ട്, എന്നാൽ പോലും അവർക്ക് എന്ത് ചെയ്യണം, അവരെ സൂക്ഷ്മമായിട്ട് നമ്മൾ നിരീക്ഷിച്ച് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ പോലും ആ പേഷ്യൻസിനെ ആ ICUവിൽ ബെഡ് അവൈലബിൾ അല്ല എങ്കിൽ, അപ്പൊ ബെഡ് അവൈലബിൾ ആയാലല്ലേ മറ്റു ആളുകളെ നമുക്ക് ഇവിടേക്ക് ICUവിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ ബെഡ് അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഈ പേഷ്യൻസിനെ എന്ത് ചെയ്യാറുണ്ട്, റൂമുകളിലേക്കോ വാർഡുകളിലേക്കോ ഒക്കെ മാറ്റി അവർക്ക് ആവശ്യമായിട്ടുള്ള സൂക്ഷ്മ നിരീക്ഷണങ്ങൾ നടത്താറുണ്ട്. മൂന്നാമതായിട്ട് പറയുന്നത്, അതായത് അവിടെ പേഷ്യൻസ് ആ ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന പേഷ്യൻസ് ആണെങ്കിൽ കൂടി അവരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുള്ള ഉറപ്പാക്കിയിട്ടുള്ള പേഷ്യൻസ് ആയതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യാം, അവരുടെ ആ റിലേറ്റീവുമായി ബന്ധപ്പെട്ട് അവർക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യണം, ICUവിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണം എന്നാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അവരെ ആ പേഷ്യന്റിനെ എന്ത് ചെയ്യാം, അവിടെ നിന്നും ഡിസ്ചാർജ് ചെയ്യാവുന്നതാണ്. ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, റെസ്പോൺസിബിലിറ്റി ഓഫ് ഇൻചാർജ് ഓഫ് ICU. ICUവിലുള്ള ഇൻചാർജ് ആരാണ്? ICUവിന്റെ ഇൻചാർജ് അല്ലെങ്കിൽ മറ്റൊരു പേര് പറഞ്ഞില്ലേ നമ്മള്, ICU ഇൻചാർജ് ആരാ? മെഡിക്കൽ സ്റ്റാഫ് പഠിച്ചിപ്പോ ഇന്റൻസിവിസ്റ്റുകൾ അല്ലെ. അപ്പൊ ICUവിൽ അവരുടെ സ്പെസിഫിക് ആയിട്ടുള്ള ഏത് ഡോക്ടറാണോ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് അവരാണ്, അല്ലെങ്കിൽ ഇന്റൻസിവിസ്റ്റുകളാണ് അവിടുത്തെ ഇൻചാർജ് ഓഫ് ICU എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ എന്തൊക്കെയാണ് അവർ റെസ്പോൺസിബിൾ ആയിരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ പോയിന്റ് നോക്കി, ഈസ് റെപ്രസെന്റേറ്റീവ് ഫോർ യൂണിറ്റ് ഇൻ അഡ്മിനിസ്ട്രേറ്റീവ്. അഡ്മിനിസ്ട്രേഷന്റെ യൂണിറ്റിലെ ഒരു റെപ്രസെന്റേറ്റീവ് അല്ലെങ്കിൽ പ്രതിനിധിയാണ് ആര്? ICU ഇൻചാർജ് എന്ന് പറയുന്ന വ്യക്തി. രണ്ടാമതായിട്ട് പറയുന്നത് പ്രൊവൈഡ് കണ്ടിന്യൂറ്റി ഓഫ് ക്ലിനിക്കൽ കെയർ, അല്ലെ, ആ പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള പരിചരണം
പരിചരണത്തിന്റെ കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ തുടർച്ച നൽകുന്നത് ആരായിരിക്കും? ഈ ഇന്റൻസിവിസ്റ്റുകളാണ്. ഇവരല്ലേ ആ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ്. അപ്പൊ ഇവരുടെ നേതൃത്വത്തിലായിരിക്കും ഒരു പേഷ്യന്റിന് ട്രീറ്റ്മെന്റ് എങ്ങനെ നടക്കണം, എന്തൊക്കെ രീതിയിലാണ് ആ ട്രീറ്റ്മെന്റ് മുന്നോട്ട് പോവേണ്ടത്, അല്ലെ? ആ ഒരു കണ്ടിന്യൂറ്റി കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ട്രീറ്റ്മെന്റ് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യണം, നിലവിലുള്ള ട്രീറ്റ്മെന്റ് തുടർന്നാൽ മതിയോ എന്നുള്ള കാര്യങ്ങൾ, ആ ഒരു ആരോഗ്യ പരിചരണവുമായി ബന്ധപ്പെട്ട ക്ലിനിക്കൽ കെയറുമായി ബന്ധപ്പെട്ട കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ തുടർച്ച അത് നൽകുന്നത് ആരാണ്? ഈ ഇൻചാർജിലുള്ള അല്ലെങ്കിൽ ഇന്റൻസിവിസ്റ്റുകളാണ്. നെക്സ്റ്റ് വരുന്നതാണ് അറേഞ്ച് ടീച്ചിങ് ആൻഡ് സൂപ്പർവിഷൻ ഓഫ് ജൂനിയർ സ്റ്റാഫ് ഹു നീഡഡ് കോംപ്രഹെൻസീവ് ഇൻസ്ട്രക്ഷൻസ്. ഇപ്പൊ ഇവിടെ സീനിയർ ആയിട്ടുള്ള സ്റ്റാഫുകൾ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി അവർ എക്സ്പീരിയൻസ്ഡ് ആണ്, അപ്പൊ അവർക്ക് അധികം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വരില്ല. എന്നാൽ ജൂനിയർ ആയിട്ട് വരുന്ന സ്റ്റാഫുകളാകുമ്പോൾ അവർക്ക് കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഈ ഇന്റൻസിവിസ്റ്റുകൾ അല്ലെങ്കിൽ ഇൻചാർജ് ICU ഇൻചാർജിലുള്ളവര് എന്ത് ചെയ്യണം? ടീച്ച് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ പരിശീലിപ്പിക്കണം, അവരെ പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സൂപ്പർവൈസ് ചെയ്ത് മേൽനോട്ടം വഹിക്കേണ്ടതാണ്. ഹു നീഡ് കോംപ്രഹെൻസീവ് ഇൻസ്ട്രക്ഷൻസ്, സമഗ്രമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകണം. നോട്ട് ഓൺലി റിഗാർഡിംഗ് പേഷ്യന്റ് കെയർ, പേഷ്യൻസിന് കെയർ കൊടുക്കുന്ന വിഭാഗത്തിൽ മാത്രമല്ല, ബട്ട് ഓൾസോ ഫോർ യൂസ് ഓഫ് അൺഫെമിലിയർ ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ പേഷ്യൻസിന് എങ്ങനെയാണ് ഒരു പരിചരണം നൽകേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള സമഗ്രമായിട്ടുള്ള നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ മറ്റ് എല്ലാ കാര്യങ്ങളെ കുറിച്ചും ആ ജൂനിയർ സ്റ്റാഫുകളെ പഠിപ്പിക്കേണ്ടതും അവരെ സൂപ്പർവൈസ് ചെയ്യേണ്ടതും ആരാണ്? ICU ഇൻചാർജിലുള്ളവരാണ്. നെക്സ്റ്റ് പറയുന്നത് ഈസ് റെസ്പോൺസിബിൾ ഫോർ പർച്ചേസിംഗ് ആൻഡ് സർവീസിംഗ് ഓഫ് ICU എക്യുപ്മെന്റ്. ICUയുടെ ഉള്ളിൽ ഒത്തിരി എക്യുപ്മെന്റ്സും ഇൻസ്ട്രുമെന്റ്സും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ പുതിയതായിട്ട് എന്തെങ്കിലും പർച്ചേസ് ചെയ്യണം അല്ലെങ്കിൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് റെസ്പോൺസിബിൾ ആയിട്ടിരിക്കുന്നത് ഇൻചാർജിലുള്ളവരായിരിക്കും. അതുപോലെ തന്നെ നിലവിലുള്ള എക്യുപ്മെന്റ്സുകൾ എന്തെങ്കിലും സർവീസോ കാര്യങ്ങളോ ചെയ്യേണ്ടതായിട്ട് വരികയാണെങ്കിൽ അതും ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ ആയിരിക്കുന്നത് ICU ഇൻചാർജ് ആയിരിക്കും. നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ, ഷുഡ് ഇനിഷിയേറ്റ് റിസർച്ച് ആൻഡ് ബി റെക്കഗ്നൈസ്ഡ് ആസ് ആൻ അതോറിറ്റി. അപ്പോ ഇവരൊരു അതോറിറ്റി ആയി നിന്നുകൊണ്ട്, ഒരു അധികാരിയായി നിന്നുകൊണ്ട് അവിടെ ആ ഒരു രോഗവുമായി ICUമായി ബന്ധപ്പെട്ട് റിസർച്ചുകളൊക്കെ ഇനിഷ്യേറ്റ് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. ലാസ്റ്റ് പോയിന്റ് ആണ് ഷുഡ് റിവ്യൂ ഓൾ ട്രീറ്റ്മെന്റ് റെജിമെൻ വിത്ത് സ്റ്റാഫ്. അപ്പൊ ആ ഒരു റെജിമെൻ എന്ന് പറഞ്ഞാൽ ചിട്ട എന്ന് പറയില്ലേ, ഇപ്പൊ നമ്മളൊരു ട്രീറ്റ്മെന്റ് ഷെഡ്യൂൾ എന്നൊക്കെ പറയില്ലേ, അപ്പൊ അത് തന്നെ. അപ്പൊ അതായത് ഷുഡ് റിവ്യൂ ഓൾ ട്രീറ്റ്മെന്റ് റെജിമെൻ വിത്ത് സ്റ്റാഫ്. അവിടെ ഉള്ള ICUലുള്ള ഓരോ പേഷ്യൻസിനും ഓരോ രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ് അല്ലെ, ഒരു ചിട്ടയോട് കൂടിയ ഒരു ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക? റിവ്യൂ ചെയ്യുക അല്ലെങ്കിൽ അവലോകനം ചെയ്യേണ്ടത് ആ സ്റ്റാഫുമായി ബന്ധപ്പെട്ട് ആരാ ചെയ്യേണ്ടത്? ഈ ഇൻചാർജിലുള്ള ICU ഇൻചാർജ് ആയിട്ടുള്ള ഇന്റൻസിവിസ്റ്റുകളാണ്. അപ്പൊ എന്തൊക്കെയാ പോയിന്റ് ഒന്നുകൂടി നോക്കിയേ. ഫസ്റ്റ് പോയിന്റ് പറഞ്ഞ എന്താണ്? അഡ്മിനിസ്ട്രേഷൻ യൂണിറ്റിലെ ഒരു റെപ്രസെന്റേറ്റീവ് കൂടിയാണ് ICU ഇൻചാർജ് അല്ലെങ്കിൽ ഇന്റൻസിവിസ്റ്റുകൾ എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് പറഞ്ഞ എന്താ? ആ ഒരു ക്ലിനിക്കൽ കെയർ, പേഷ്യൻസിന് കൊടുക്കുന്ന ആ ഒരു പരിചരണത്തില് കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ തുടർച്ച നൽകുന്നത് ആരാണ്? ഈ ഇൻചാർജ് ഓഫ് ICU ആണ്. ഇവരുടെ നേതൃത്വത്തിലായിരിക്കും, ഇവർ പറയുന്ന ആ ഒരു നിർദ്ദേശത്തിലാണ് ഓരോ പേഷ്യൻസിനും എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെയാണ് അത് കണ്ടിന്യൂ ചെയ്യേണ്ടത്, ഇനി തുടർന്ന് പോവേണ്ട നിലവിൽ ഇപ്പൊ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് തന്നെയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവരുടെ ആ ഒരു നേതൃത്വത്തിലായിരിക്കും തുടർന്ന് പോകുന്നത്. മൂന്നാമതായി പറഞ്ഞ പോയിന്റ് എന്താണ്? അവിടെയുള്ള ജൂനിയർ സ്റ്റാഫുകൾ, അവരെന്ന് പറഞ്ഞാൽ ട്രെയിനിങ്ങിന് വന്നിട്ടല്ല ഉള്ളവരായിരിക്കില്ല, അപ്പൊ അവർക്ക് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ഒന്നും അറിയാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള സമഗ്രമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകണം. എന്തിനു വെച്ചതാണ്? പേഷ്യൻസിന് ഒരു പരിചരണം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, മറിച്ച് അവിടെയുള്ള പുതിയതായിട്ടുള്ള, അതായത് ഇവർക്ക് പരിചയമില്ലാത്ത ഒത്തിരി എക്യുപ്മെന്റ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ എങ്ങനെ യൂസ് ചെയ്യുക, അതുപോലെ പേഷ്യൻസിനെ എങ്ങനെ നല്ല രീതിയിൽ പരിചരിക്കുക എന്ന രീതിയിലുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകേണ്ടത് ആരാണ്? നിർദ്ദേശങ്ങൾ നൽകേണ്ടത് ICU ഇൻചാർജിലുള്ളവരാണ്. ജൂനിയർ സ്റ്റാഫുകൾക്ക് അതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ടീച്ച് ചെയ്യേണ്ടത്, പഠിപ്പിക്കേണ്ടത്. നെക്സ്റ്റ് പോയിന്റ് ആണ് റെസ്പോൺസിബിൾ ഫോർ പർച്ചേസിംഗ് ആൻഡ് സർവീസിംഗ് ഓഫ് ICU എക്യുപ്മെന്റ്. ICU
ഐസിയുലുള്ള ഓരോ എക്യുപ്മെന്റ്സുകളും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് അത് മോണിറ്റർ ചെയ്യുക. അതിൽ എന്തെങ്കിലും പ്രോബ്ലംസും കാര്യങ്ങളും ഉള്ള എക്യുപ്മെന്റുകൾ ഉണ്ടെങ്കിൽ അത് സർവീസ് ചെയ്യാൻ കൊടുക്കുക. അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും എക്യുപ്മെന്റ്സ് വാങ്ങേണ്ടതുണ്ടെങ്കിൽ, പർച്ചേസ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതിനെ പർച്ചേസ് ചെയ്യാനും റെസ്പോൺസിബിൾ ആയിരിക്കുന്ന ഈ ഉത്തരവാദിത്തമായിരിക്കുന്നത് ആരാണ്? ICU ഇൻചാർജ് ആയിരിക്കും. നെക്സ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്? ഷുഡ് ഇനിഷിയേറ്റ് റിസർച്ച് ആൻഡ് ബി റെക്കഗ്നൈസ്ഡ് ആസ് ആൻ അതോറിറ്റി. അവിടെ ഒരു റിസർച്ചുകൾ ICUമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അതോറിറ്റി ആയി നിന്നുകൊണ്ട് അവരെ എന്ത് ചെയ്യുക, റിസർച്ചുകൾ കാര്യങ്ങളൊക്കെ ഇനിഷിയേറ്റ് ചെയ്യുക. ICUമായി ബന്ധപ്പെട്ടുള്ള റിസർച്ചുകൾ ഗവേഷണങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ടും അധികാരമുള്ളത് ഈ ICU ഇൻചാർജിനായിരിക്കും. ലാസ്റ്റ് പോയിന്റ് പറയുന്നത് ഷുഡ് റിവ്യൂ ഓൾ ട്രീറ്റ്മെന്റ് റെജിമെന്റ് വിത്ത് സ്റ്റാഫ്. ICUവിലുള്ള സ്റ്റാഫുകളുമായി കൂടി ചേർന്ന് ഓരോ പേഷ്യൻസിനും എന്ത് ചിട്ടയിലാണ് ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നത്, ഏത് ഷെഡ്യൂളാണ്, എത്ര കോഴ്സുകളിലൂടെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ചിട്ടയോട് കൂടിയാണോ ആ ട്രീറ്റ്മെന്റ് അവർക്ക് ഓരോ പേഷ്യൻസിനും കൊടുക്കുന്നത് സ്റ്റാഫുമായി കൂടി ചേർന്ന് അവലോകനം ചെയ്യുക. ഇത്രയും പോയിന്റ്സ് ആര് ചെയ്യേണ്ട ഉത്തരവാദിത്വമാണ്? ICU ഇൻചാർജ് അല്ലെങ്കിൽ ഇന്റൻസിവിസ്റ്റുകളുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഷുഡ് എൻഷുർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഇത്രയും ഭാഗം ഒന്ന് വേഗം വായിച്ചു നോക്കിയേ. ഇന്നത്തെ ഭാഗം ഒന്ന് വായിച്ചു നോക്കിയിട്ട് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ചെറിയൊരു ചാപ്റ്റർ അല്ലേ, വലിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. ജസ്റ്റ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കാൻ വേണ്ടി മാത്രമുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ചെറിയ ചെറിയ പോയിന്റ്സ് അല്ലെ, നമുക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ പോയിന്റ്സ് ഒക്കെ പറയുന്നത്. ICU admission criteria. ഫിഫ്ത് പോയിന്റ് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് ഫ്രം ഇന്റർവെൻഷൻസ്. ഇടപെടലുകളിൽ നിന്നുള്ള പ്രയോജനം. അതായത് ഇപ്പോൾ നമുക്കൊരു വെന്റിലേറ്ററിന്റെ സഹായം ആവശ്യമായിട്ട് വരുന്ന പേഷ്യന്റ് ആണെങ്കിൽ അത് ആ പേഷ്യന്റിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റിലുള്ള ഒരു ഇടപെടലാണ്. നമ്മൾ ഒരു മെഡിക്കൽ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതാവാം, അവർക്ക് ആവശ്യമായിട്ടുള്ള പരിചരണങ്ങൾ കൊടുക്കുന്നതാവാം, എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്യുന്നത്, ഇതെല്ലാം ആ പേഷ്യൻസിന് അവരുടെ ആ ഒരു പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന ഇടപെടലുകളാണ്. അപ്പൊ ഇപ്പൊ ഒരു വെന്റിലേറ്റർ സഹായമുള്ള ഒരു പേഷ്യന്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് ആ ഒരു ICUവിന്റെ ഉള്ളിലുള്ള ഇടപെടൽ അല്ലെങ്കിൽ ICUവിന്റെ ഉള്ളിലുള്ള ഒരു കണ്ടീഷൻ നമുക്ക് പുറത്ത് എവിടെ വെച്ച് കൊടുക്കാനും നോക്കിയാലും പറ്റില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോ വീടുകളിലോ റൂമുകളിലോ അല്ലെങ്കിൽ വാർഡുകളിലോ ഒക്കെ ആക്കിയാലും നമുക്ക് ആ ഒരു സേവനം നമുക്ക് അത് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇവിടെയുള്ള ICUവിന്റെ ഉള്ളിലുള്ള സ്റ്റാഫുകൾ, ICUവിന്റെ ഉള്ളിലാണ് വരുന്ന ആ ഒരു മെഡിക്കൽ കെയർ കാര്യങ്ങളൊക്കെ ഒരുമിച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ അതിന്റെ ആ ഒരു ഇടപെടലോട് കൂടിയുള്ള ഒരു പരിചരണം ആവശ്യമായിട്ട് വരുന്ന പേഷ്യൻസ്, സ്പെസിഫിക് ആയിട്ടുള്ള പേഷ്യൻസിനെ നമുക്ക് ICUവിൽ തന്നെ അഡ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ക്ലിയർ ആയോ പ്രവിത? ഓക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവാറിൽ കുറച്ചും കൂടി ഉള്ളൂ. ഓക്കെ, താങ്ക് യു. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.